പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം ഇന്ന് അത്ഭുതകരമായ ഒരു സാക്ഷ്യവുമായിട്ട് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജു അവറുകളും തൻ്റെ ജീവിത പങ്കാളി സിസ്റ്റർ സിനിയുമാണ് നമ്മുടെ അതിഥികളായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതാനുഭവം നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ, പ്രൈസ് ലോർഡ് സിസ്റ്ററെ, നിങ്ങളെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? പേര്, സ്ഥലം, കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് പാസ്റ്റർ ബിജു മാത്യു. എന്റെ സ്വന്തം സ്ഥലം ഞാൻ ഇടുക്കി ജില്ലയിൽ അടിമാലിയാണ്. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിൽ തൊടുപുഴ സെക്ഷനിൽ മടക്കത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്റെ ഭാര്യ സിസ്റ്റർ സിനി ബിജു. കർത്താവ് ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദാനമായി നൽകി. മൂത്ത മകൾ അക്സ മരിയ ബിജു, ഇളയാൾ ഹന്ന മരിയ ബിജു. 2 പേരും വിദ്യാർത്ഥിനികളാണ്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങൾ സന്തോഷത്തോടെ ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവം ഞങ്ങൾ നടത്തിയ വഴികൾ യാരോമ ടിവിയുമായി പങ്കുവെക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനവസരമൊരുക്കിയ സർവശക്തനായ ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ മഹത്വം കരേറ്റുന്നു. അതോടൊപ്പം യാരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരും ഞങ്ങളെ ഇതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് നന്ദി കരേറ്റുന്നു. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന തിരുവെഴുത്ത് പോലെ ഞങ്ങളുടെ എളിയവരായ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നടത്തിയ വഴികൾ യാരോമ ടിവിയിലൂടെ പങ്കുവെക്കുന്നതിൽ ഞങ്ങളും വളരെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്നുള്ള സമയം എൻ്റെ ഭാര്യ സിസ്റ്റർ സിനി ബിജു ദൈവം നടത്തിയ വഴികളെ കർത്താവിന്റെ കരുണയോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ആമേൻ. സംസാരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസിയെ ഞങ്ങള് ഒരു പ്രാവശ്യം കൂടി വന്ദനവും സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ തുടർമാനമായി സംസാരിക്കാം. സിസ്റ്ററിന്റെ ബാല്യകാലം, മാതാപിതാക്കന്മാർ, സഹോദരങ്ങളെ കുറിച്ചുള്ളതായ ചില നല്ല ഓർമ്മകൾ തുടർന്ന് സംസാരിക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിയുടെ പ്രിയ ദേവദാസൻ, അതുപോലെ പ്രേക്ഷകർ, ഇതിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാനും ഏറെ സന്തോഷിക്കുന്നു. എന്റെ ബാല്യകാലം എന്ന് പറയുന്നത്, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ അറിയുവാനിടയായി. പിതാവിന് രോഗത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങള് കർത്താവായ യേശുവിനെ തിരിച്ചറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ എന്റെ പിതാവിന് ഒരു രോഗം ഉണ്ടായിരുന്നു, അപസ്മാരം, അത് എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗമായിരുന്നു. ഞാൻ ജനിച്ച ഓർമ്മ വെച്ച നാള് മുതൽ ഇങ്ങനെ ഉരുണ്ടു വീഴുന്ന അവസ്ഥയും അങ്ങനെ ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ പിന്നെ മാതാവും കൂലിപ്പണിയൊക്കെ ചെയ്താണ്. അപ്പൊ അഥവാ ജോലിക്ക് പോയാൽ തന്നെയും പിതാവ് ഇങ്ങനെ വീഴുന്നത് കൊണ്ട് ആരും വിളിക്കാത്ത അവസ്ഥയായിരുന്നു. ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കണ്ണുനീരിന്റെയും അവസ്ഥയൊക്കെ ഇതിലൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം എന്റെ പിതാവ് ഇങ്ങനെ സിറ്റിയിൽ പോയി നിന്ന സമയത്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായി, വീഴുവാനിടയായി. അതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്ന ഒരു അച്ചായൻ ആ കൂടെ ഉണ്ടായിരുന്നു. ആ അച്ചായൻ ഇത് കണ്ടിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി. ആ അച്ചായൻ ഇങ്ങനെ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയാനിടയായി. ഞങ്ങൾക്ക് എന്റെ മാതാവ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അയ്യപ്പ ഭക്ത വിശ്വാസിയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു വിശ്വാസ മാർഗത്തെ കുറിച്ച് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാ. ഞങ്ങൾ മുറിയിൽ നിന്ന് മാറി നിന്നു. പപ്പ മാത്രം ഇത് കേട്ട് ഇതിനോട് ഒരു സംസാരിക്കാൻ വേണ്ടി അവര് കുറച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ദേവദാസന്മാർ ഭവനത്തിൽ കടന്നു വരുവാനിടയായി. ദേവദാസന്മാർ വന്ന് ഇങ്ങനെ പറയുമ്പോഴൊക്കെയും ഞങ്ങൾക്ക് ഈ ഇതിനോട് ഒരു താല്പര്യമൊന്നും തോന്നിയില്ല. എന്നാലും പപ്പയുടെ വിടുതൽ കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് പപ്പയ്ക്ക് ഒരു സൗഖ്യം വേണമല്ലോ എന്ന് വെച്ചു. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ഒരു ഭവനത്തിൽ പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മനസ്സോടെ പോയി. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴി പപ്പയോട് പറഞ്ഞു, പപ്പ ഞാന് വരുന്നൊക്കെ കൊള്ളാം, ഞങ്ങൾ ആരും ആഭരണം ഒന്നും കൊടുത്തില്ല, ഇങ്ങനത്തെ കൂട്ടായ്മയോടൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പപ്പയ്ക്ക് പിന്നെ സൗഖ്യം കിട്ടാനാണെങ്കിൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നു, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇരുന്നു.
സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നുള്ള ആ വചനത്താൽ ആ സത്യം ഞങ്ങളോട് ഇടപെട്ടു. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ രക്ഷയിലേക്ക് വരുവാനും പ്രാർത്ഥിപ്പാനും അങ്ങനെ കടന്നു പോകാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കി. പക്ഷെ പപ്പയുടെ വീട്ടിൽ നിന്നും മമ്മിയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ മാത്രമാണ് ഹിന്ദുക്കളായിട്ടുള്ളത്. ഇങ്ങനെ ആ ദേശത്ത് നിന്നും മാറിയപ്പോഴും പിന്നെ ചുറ്റുവട്ടത്തൊന്നും ഞങ്ങളുടെ ദേശത്തൊന്നും ഇതുപോലെ പ്രാർത്ഥനകളോ ആരാധനകളോ ഒന്നുമില്ല. അപ്പൊ ഇതിൽ നിന്ന് മാറിയപ്പോഴൊക്കെ ഒത്തിരി ഒറ്റപ്പെടലുകളും വേദനകളും എല്ലാം അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും ഞങ്ങള് ദൈവത്തിൽ ഉറച്ചു വിശ്വസിപ്പാൻ ഇടയാക്കി. നാം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ഇടയായി. അങ്ങനെ എന്റെ പിതാവ് അങ്ങനെ ഞങ്ങള് അതുവരെയും അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും പ്രത്യാശയും എല്ലാം ഞങ്ങൾ അനുഭവിക്കാൻ ഇടയായി. വളരെ സന്തോഷത്തോടെ ഞങ്ങള് ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയി. ഞാന് +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് നേഴ്സിംഗിന് പഠിക്കാൻ കർത്താവ് സഹായിച്ചു. എനിക്ക് മാതാവുണ്ട്. മാതാവ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ചേച്ചിയാണ് എനിക്ക് സഹോദരിയായിട്ടുള്ളത്. ചേച്ചി വിവാഹം കഴിഞ്ഞ് അവരുടെ റാന്നിയിൽ കുടുംബമായിട്ട് ഈ വിശ്വാസ മാർഗത്തിൽ തന്നെ നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കടന്നു പോകുന്ന സമയത്ത് മാതാവ് ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വന്ന മുഖാന്തരം മാതാവിന്റെ ആങ്ങളമാരൊക്കെയും മമ്മീനെ ഒത്തിരി അകറ്റി നിർത്തുകയും ഒരു വിവാഹകാര്യത്തിന് ഒന്നും ക്ഷണിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഏറെ സങ്കടവും പ്രയാസം ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് ഞങ്ങളെ ജയത്തോടെ നടത്തി. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇത്രത്തോളം ദൈവം ഞങ്ങളെ നയിപ്പാൻ ഇടയായി. അതിനുശേഷമാണ് പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാൻ ഇടയായി. അതിനുശേഷം ചേച്ചിയുടെ വിവാഹം നടന്നു. അങ്ങനെ ഞാൻ ഹൈദരാബാദില് നേഴ്സിംഗ് ജോലിയിലായിരിക്കുന്ന സമയത്ത് മാതാവ് തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അങ്ങനെ ഭവനത്തിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്താണ് പ്രിയ ദേവദാസനെ കണ്ടുമുട്ടുന്നതും അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടക്കുന്നതൊക്കെ. ഈ കർത്താവിന്റെ തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകരെയും ബഹുമാനപ്പെട്ട പ്രിയ ഡാനിയൽ പാസ്റ്ററെയും ആരോമ ടിവിയെ ഓർത്ത ദൈവത്തെ നാമത്തിന് നന്ദിയോടെ മഹത്വം കരയേറ്റുന്നു. ഞാൻ പാസ്റ്റർ ബിജു മാത്യു. എൻ്റെ സ്വന്തം സ്ഥലം ഞാൻ ഇടുക്കി ജില്ലയിൽ അടിമാലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. 7 മക്കളിൽ ഏറ്റവും ഇളയവനായി ഒരു കത്തോലിക്ക ഭവനത്തിലാണ് ഞാനും കർത്താവിനെ അറിയുവാനുള്ള അറിയുന്നതിന് മുമ്പ് ഞാൻ ജനിച്ച് വളർന്നു വന്നത്. എൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരും സാധാരണ കൂലിപ്പണിക്കാരുമായിരുന്നു. ഇന്ന് മാതാപിതാക്കൾ ഭൂമിയിലില്ല. എൻ്റെ പിതാവ് മദ്യപിക്കുകയും അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ ഒത്തിരി വേദനകളും ദാരിദ്ര്യവും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ഭവനത്തിൽ നിന്നാണ് എനിക്ക് യേശുവിനെ അറിയുവാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കിയത്. എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തു രക്ഷകനാണെന്നും ഒരു സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും കർത്താവ് എന്നെ പഠിപ്പിച്ചത്. കത്തോലിക്ക സഭയിലെ എല്ലാ കൂദാശകളിലും അവരുടെ കുർബാനകളിലൊക്കെ കൃത്യമായി കടന്നുപോയിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ SSLC പരീക്ഷ എഴുതുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, ഞങ്ങൾ പരീക്ഷ എഴുതി അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് അവസാനത്തെ പരീക്ഷ നടക്കേണ്ടതിന് ഒരു 2 മണിക്കൂർ സമയം ഞങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നു, പഠിക്കാൻ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്നേഹിതന്മാരായ ഹൈന്ദവരുണ്ട്, മുസ്ലിം ഉണ്ട്, ഒരു ക്രിസ്ത്യൻ ഉണ്ട്. ഞങ്ങൾ 4-5 സഹോദരങ്ങൾ കൂട്ടുകാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആ ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറച്ച് കപ്പത്തോട്ടമുണ്ട്. ആ കപ്പത്തോട്ടത്തിൽ കപ്പ പറിക്കാൻ വന്ന കുറെ പെന്തക്കോസ്ത് സഹോദരങ്ങളെ ചൂണ്ടി അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, എടാ അതാ നിൽക്കുന്നത് പെന്തക്കോസ്തുകാരാണ്, നമ്മുടെ സ്കൂൾ ദിവസം അവസാനിക്കുകയാണ്, നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പാട്ട് പാടാം, നിങ്ങളെല്ലാം കൂടി കൈയടിക്കുകയും പോവുകയും ചെയ്യണം. അദ്ദേഹം പാട്ട് പാടിയത് കപ്പ മൂക്കട്ടെ യോഗം കൂടണമെന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ഒച്ചത്തിൽ പാടി. അന്നത്തെ അറിവില്ലായ്മയിൽ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്നേഹിതന്മാരും കൂട്ടുകാരും ചേർന്ന് പാടി. ഞങ്ങൾ ചിരിച്ച് ഉല്ലസിച്ചു പോന്നു. പക്ഷേ അതിന് തൊട്ട് താഴെ നിന്ന ആ ചെറുപ്പക്കാരെ അവരാരെന്നോ എന്തെന്നോ പിന്നീട് എനിക്കറിയില്ല. പക്ഷേ 2 സഹോദരിമാർ ഒരു നല്ല യുവാക്കന്മാരാണ്, നല്ല യൗവനത്തിലുള്ളവരായിരുന്നു.
രണ്ട് സഹോദരിമാരും ഒരു സഹോദരൻ അവർ കപ്പ പറിച്ചിട്ട് അവർ മടങ്ങിപ്പോയി. ഒരു പക്ഷേങ്കിൽ അവരുടെ കണ്ണുനീര് കർത്താവ് കണ്ടതായിരിക്കാം. ആമേൻ. അതിനുശേഷം 6 മാസം പോലും കർത്താവ് എന്നെ അതിനുശേഷം സത്യമറിയാതെ വിട്ടില്ല. 6 മാസം തികഞ്ഞപ്പോഴേക്കും എനിക്ക് കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചു. SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഒരു ഭവനത്തിൽ വെച്ചൊരു പ്രാർത്ഥന നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അന്ന് ഫുട്ബോൾ കളിക്കാൻ പോയി എന്നെ നിർബന്ധിച്ച് എന്റെ സഹോദരിയും എന്റെ മാതാവും സഹോദരനും ചേർന്ന് ആ ഭവനത്തിൽ എത്തിച്ചു. അന്ന് അവിടെ ദൈവവചനം പറഞ്ഞ പാസ്റ്റർ എഡ്വിൻ ജോസ്, അതുപോലെ സേവിയർ ഹെൻറി, 2 ദൈവദാസന്മാർ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ HMCയുടെ വർക്കായി അടിമാലിയിൽ വന്നവരായിരുന്നു. അവരിൽ നിന്നാണ് ആദ്യമായി ദൈവത്തിന്റെ വചനം മനുഷ്യനൊരു നിത്യതയുണ്ട്, മനുഷ്യനൊരു നിത്യ സ്വർഗമുണ്ട്, ഒരു നിത്യ നരകമുണ്ടെന്ന് കേൾപ്പാൻ ദൈവമിടയാക്കി. അവർ ചോദിച്ചൊരു ചോദ്യത്തിന് അവിടെ ഇരുന്ന് ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. കാരണം ആ നാട്ടിലെ ഒത്തിരി ആളുകൾ, എല്ലാ സമൂഹത്തിലും പെട്ട ക്രൈസ്തവർ അല്ലാത്തവർ എല്ലാം ഒരു വീടിനകത്ത് തടിച്ചുകൂടി നിൽക്കുമ്പോൾ ആ ദൈവദാസൻ ചോദിച്ചൊരു കാര്യമുണ്ട്: നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചെലവഴിക്കും? മനുഷ്യന്റെ ആയുസ് കേവലം പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അത് മുളയ്ക്കുന്നു, അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ആ മനുഷ്യന്റെ ക്ഷണീകത മുഴുവൻ വർണ്ണിച്ച ശേഷം ആ ദൈവദാസന്റെ ആ വാക്കുകളുടെ മുൻപിൽ ആർക്കും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമെന്ന് ആ ദൈവദാസൻ ഒരു ആഹ്വാനം നൽകി. ആ ദൈവദാസന്റെ ആഹ്വാനം, ഹല്ലേലൂയ, അവിടെ ഇരുന്ന ആളുകൾ മുഴുവൻ കേട്ട് സന്തോഷത്തോടെ ഉൾക്കൊണ്ടു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്കിന്ന് ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് നിങ്ങളുടെ വലങ്കരം ഉയർത്താമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കരങ്ങൾ ഉയർത്തി. പക്ഷെ എന്റെ ആ ചെറിയ പ്രായത്തിൽ എനിക്ക് കരമുയർത്തുവാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ ഞാൻ അന്ന് കുലിഞ്ഞിരുന്ന് ഞാൻ ഓർത്തു, ആമേൻ, ഞാൻ ചെയ്ത എന്റെ ബാല്യകാലത്തിലെ എന്തെല്ലാം തെറ്റുകളുണ്ടോ, ആമേൻ, ആ പ്രായം വരെയുള്ള എല്ലാം ഓർത്ത് ദൈവത്തോട് അടുക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി. അന്ന് 1991 രക്ഷിക്കപ്പെടുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കലും ഒരു നാമധേയ ക്രൈസ്തവ ആരാധനാലയത്തിൽ പോകുവാൻ ദൈവം എന്നെ ഇടവരുത്തിയിട്ടില്ല. കാരണം ആമേൻ, ഞാൻ കണ്ട വേദപുസ്തകത്തിലെ ക്രിസ്തുവും പള്ളിയിൽ അല്ലെങ്കിൽ നാമധേയ ക്രൈസ്തവർ ആരാധിക്കുന്ന ദൈവം തമ്മിൽ വലിയ വ്യത്യാസം എനിക്ക് കാണുവാനായി കഴിഞ്ഞു. കാരണം കണ്ടുണ്ടെങ്കിലും കാണുന്നില്ലാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ലാത്ത, നാവുണ്ടെങ്കിലും സംസാരിക്കുന്നില്ലാത്ത ഒരു ഊമവിഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന് ജീവിക്കുന്ന ക്രിസ്തുവിലേക്ക് വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ എന്റെ ഭവനത്തിൽ ഞങ്ങൾ 1992 ഞങ്ങൾ എല്ലാവരും സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. അതുകൊണ്ട് എന്റെ മാതാവ്, എന്റെ സഹോദരൻ, അതുപോലെ ഞാന്, അതുപോലെ അടിമാലി ടൗണിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന 2 പേര്, അങ്ങനെ 5 പേര് അടിമാലിയിൽ ആദ്യമായി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭയുടെ കീഴിൽ ഞങ്ങൾക്ക് സ്നാനപ്പെടുവാനിടയായി. പള്ളിക്കാര് വളരെ മോശമായി ഞങ്ങളുടെ വീട്ടിൽ വന്നു. കന്യാസ്ത്രീകൾ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്നു, നിങ്ങൾ ഒരിക്കലും നന്നാകത്തില്ല, നിങ്ങളെന്നും ഞങ്ങളെ ശപിച്ച് വല്ലാത്തൊരു നിലയിൽ ഞങ്ങളെ മാറ്റിക്കളഞ്ഞു. പക്ഷേ കർത്താവിന്റെ കരുണയാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം, ആ ശാപവചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി ഭവിച്ചു. കാരണം ആളുകളെല്ലാം ഞങ്ങളെ വളരെ മോശമായി പറഞ്ഞു, ഞങ്ങൾ പണം വാങ്ങിച്ചിട്ടാണ് ബന്ധക്കോസിൽ പോയതെന്ന്. സത്യസന്ധമായി പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ 7 മക്കളിൽ വിവാഹം കഴിച്ചു വിട്ട 2 സഹോദരിമാരൊഴികെ ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എന്റെ മാതാവുണ്ട്. ഞങ്ങൾക്ക് ആകെ ഉള്ളതൊരു ബൈബിളാണ്. സ്നാനപ്പെടുവാൻ പോകുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് ഒരു പുതുവസ്ത്രം ഒന്നും അണിഞ്ഞല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾക്കുള്ള വസ്ത്രം അണിഞ്ഞാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. വിശ്വസിച്ച വചനം സത്യമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സ്നാനമേറ്റ് യേശുവിന്റെ നാമത്തിന് വേണ്ടി ഈ 2024 വരെ കർത്താവ് നിൽക്കുവാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കി തന്നു. ഇനി എന്റെ കുടുംബത്തെ കുറിച്ച് പറയാം. അതിനുശേഷം 91 രക്ഷിക്കപ്പെട്ടു. 92 ഞാൻ സ്നാനപ്പെട്ടു. കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ടായി. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ചു. കർത്താവിന്റെ കൃപയാൽ ധാരാളം 2-3 ബൈബിൾ കോളേജുകൾ കേരളത്തിൽ പലയിടങ്ങളിലായി മാറി മാറി പഠിച്ചു. ഒടുവിൽ ഡൽഹിയിൽ പഠിപ്പാൻ ദൈവം ഇടയാക്കി. അവസാനം തിരിച്ചു വന്ന് MDU വരെയും ആമേൻ പഠനം കഴിഞ്ഞ് ആമേൻ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. 98 മുതൽ പൂർണ്ണ സമയമായി പഠനാനന്തരം കർത്താവിന്റെ വേലയിൽ കേരളത്തിലും വടക്കേന്ത്യയിലെ ചില സ്ഥലങ്ങളിലും കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവം ഇടയാക്കി. ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചത് അടിമാലി സെക്ഷനിൽ ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് 19 വർഷം കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവം ഭാഗ്യം നൽകി.
അതോടൊപ്പം തന്നെ അവിടെ കല്ലാറുകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവർത്തനം ആരംഭിക്കുകയും അത് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വിവാഹത്തിന് ശേഷം ഞാൻ ആ സ്ഥലം വിട്ട് പിന്നെ ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കർത്താവിന്റെ വേല ചെയ്തു. കർത്താവിന്റെ കൃപയാൽ അവിടെ ഇന്ന് 40-ലധികം വിശ്വാസികൾ ആരാധിക്കുന്ന ഒരു സഭയും 10 സെന്റ് സ്ഥലവും ഹോളും പാഴ്സണേജും എല്ലാ സൗകര്യങ്ങളും കർത്താവ് ഒരുക്കുന്ന സ്നാനം കഴിപ്പാനുള്ള സ്നാനക്കുളം വരെ ദൈവം ഒരുക്കി തന്നു. അതിനുശേഷം ഈ വർഷം ഈ കഴിഞ്ഞ മെയ് മാസത്തില് സ്ഥലമാറ്റത്തിന് ഇപ്പോൾ തൊടുപുഴ വെങ്ങല്ലൂരിന് ഒരു 2 കിലോമീറ്റർ അകലെ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിന് NH-നോട് ചേർന്ന് മടക്കത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനത്തെ, അതായത് അംഗീകൃത സഭയല്ല, ഒരു ദൈവദാസൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു 10-20ഓളം വിശ്വാസികളുടെ കൂടി വരുന്നുണ്ട്. അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. എനിക്ക് 2 മക്കളുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അത് കർത്താവ് അത്ഭുതകരമായി തന്ന കുഞ്ഞുങ്ങളാണ്. ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെല്ലാം അങ്ങനെയായിരുന്നു. 2005-ലാണ് എന്റെ വിവാഹം നടക്കുന്നത്. ഞാനൊരു ദൈവദാസനുമായി സുവിശേഷ വേലയ്ക്കായി പോകുമ്പോൾ ആ ദൈവദാസൻ എന്നെ നിർബന്ധിച്ച് ഒരു ഹോസ്പിറ്റൽ വരെയും പോകാൻ ഒരു സഹോദരി അവിടെ ഉണ്ട്, അവരെ ആരാധനയ്ക്ക് വിളിക്കാനായിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും വഴിയാണ് എനിക്ക് സിനിയെ കാണുവാനുള്ള ഭാഗ്യം ദൈവം ഉണ്ടാക്കിയത്. അതിനുശേഷം വീട്ടുകാർ ചെന്ന് ആലോചിച്ച് അതിനുശേഷം ഞങ്ങളുടെ വിവാഹമെല്ലാം നടന്നു. കർത്താവ് ഇന്ന് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നു. ആദ്യത്തെ അനുഭവം അതൊക്കെയായിരുന്നു. അതിനുശേഷം ദൈവം ഞങ്ങളെ നടത്തിയത് അത്ഭുതമേറിയ വഴികളിലൂടെയാണ്. ഇനി തുടർന്നുള്ള സമയങ്ങളിൽ എന്റെ ഭാര്യ സിസ്റ്റർ സിനി തുടർന്നുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഞാനിങ്ങനെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോ ഇങ്ങനെ ആലോചിച്ചു, ആരാധന മുടക്കുന്ന അനുഭവം നേഴ്സുമാർക്ക് അറിയാലോ. നേഴ്സിംഗ് ഡ്യൂട്ടി ആയിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആരാധനയ്ക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ജോലി. അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ അറിഞ്ഞ ആ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരാധന മുടങ്ങിയുള്ള അനുഭവത്തിൽ വളരെയേറെ പ്രയാസം തോന്നി. അപ്പൊ ഈ വിവാഹപ്രായമായപ്പോഴത്തേക്കും ഒന്നാമത് പപ്പയുടെ വീട്ടിൽ നിന്നും മമ്മിയുടെ വീട്ടിൽ നിന്നും ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവരെല്ലാം എതിർപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ട് ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് കുറെ കാലഘട്ടം സാമ്പത്തിക ടൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ ആരാധന മുടക്കാത്ത ഒരു ജീവിതം എനിക്ക് തരണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ വലിയതായിട്ട് ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരും. അപ്പൊ ഞാൻ മരുന്നൊക്കെ കൊടുക്കാം. അപ്പച്ചന്റെ പൈസയും ബില്ലൊക്കെ ഞാൻ അടച്ചോണ്ടിരുന്നേ. അപ്പം അപ്പച്ചൻ ഇങ്ങനെ പറയും, മോളെ നിനക്ക് ഞാൻ കല്യാണം ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് വീട്ടിൽ മമ്മി മാത്രമേ ഉള്ളൂ, അപ്പൊ മമ്മീനെയും കൂടെ നോക്കുന്ന ഒരു ആളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ദേവദാസൻ ഇങ്ങനെ പെട്ടെന്ന് വന്ന് കണ്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ചോദിച്ചു, അങ്ങനെ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി. അപ്പൊ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം തന്നെ ദൈവം എനിക്ക് സാധിച്ചു തന്നല്ലോ എന്നോട്ട്. അങ്ങനെ 2005 ജനുവരി 12 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങള് ആദ്യമേ ഇമ്മാനുവൽ മിഷനോട് ചേർന്ന് രാജസ്ഥാനിൽ പോകാനാണ് ആഗ്രഹിച്ചത്. അവിടെ എനിക്ക് ജോലി ഇല്ലെങ്കിൽ ആ ജോലിക്ക് കയറാം, അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യാന്നൊക്കെ വിളിച്ചാൽ അവിടെ ബൈബിൾ കോളേജിൽ പഠിക്കാം എന്ന് ചിന്തിച്ച് ഞങ്ങൾ കടന്നു പോകാനിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ നിയോഗം പോലെ അതൊന്നും കഴിഞ്ഞില്ല. ഞങ്ങള് വാസു പറഞ്ഞ പോലെ ആനച്ചാല്, മൂന്നാറ് ഞങ്ങളുടെ അടുത്തൊന്ന് 15 കിലോമീറ്റർ അകലെയാണ് ആനച്ചാല്. അവിടേക്ക് ഞങ്ങള് ആദ്യമായിട്ട് പോകുമ്പോ 20 രൂപയും ഒരു ജോഡി ഡ്രസ്സും കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയത്. അപ്പോൾ അവിടെ ഒരു സുവിശേഷം ഉള്ള ഒരു മാതാവിന്റെ വീട്ടിൽ ഞങ്ങൾ താമസിക്കാനിടയായി. അവിടെ ചെന്നും ഒരു കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എവിടെ കിടക്കണമെന്നോ എങ്ങനെ ആയിരിക്കണമെന്നൊന്നും അറിയത്തില്ല. കർത്താവ് ഗൈഡൻസ് തന്നു. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ പ്രവർത്തിക്കാനിടയായി. അങ്ങനെ ആത്മാക്കൾ കടന്നു. ആദ്യം ഒരു കുടുംബം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ കുറെ നാൾ അങ്ങനെ മാറി മാറി കുടുംബങ്ങൾ ഇങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ 7 വാടക വീടുകളൊക്കെ ഇങ്ങനെ മാറിയിരുന്ന സമയത്ത് അതിന്റെ ഇടയിലുണ്ട് കുഞ്ഞുങ്ങള് പ്രഗ്നന്റ് ആയത്. ആദ്യത്തെ മോള് പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ എനിക്ക് യൂട്രസിന് കട്ടി കുറവാ. അപ്പൊ ആദ്യത്തെ ഒരു കുഞ്ഞ് അബോർഷനായി പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി തനിക്കൊരു കുഞ്ഞിനെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അത് കൺസീവ് ആയപ്പോ ഞങ്ങൾ പിന്നെ ആ ഡോക്ടറെ തന്നെ കാണാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പ്രഗ്നന്റ് ആയി. ടെസ്റ്റ് ചെയ്തപ്പം ബ്ലീഡിങ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇതും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് ഒന്ന് സങ്കടം വന്നു. ആദ്യത്തെ ഒന്ന് കുഞ്ഞു പോയല്ലോ കർത്താവ്, ഇനി ഇതും പോവാണല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെട്ടു. എങ്കിലും ഞങ്ങൾ വീട്ടിൽ ചെന്നിരുന്ന് കൈ കോർത്തിരുന്നു
ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവെ ദൈവം കുഞ്ഞിനെ തന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിന് മൂത്തവൾക്ക് 18 വയസ്സ് പൂർത്തിയായി. അവള് നഴ്സിംഗിന് കടന്നു പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വലിയവ ചെയ്യുവാനിടയായി. അതുപോലെ തന്നെ സെക്കൻഡ് മാരേജിന് ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ നേരിടാനിടയായി. മറുപിള്ള മേടിലും കുഞ്ഞ് താഴെയായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് സർജറി അല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദേവദാസന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയം കൊണ്ട് ഒരു നോർമൽ ഡെലിവറി തന്നെ കർത്താവ് തന്നു. അതിനുശേഷമാണ് ഞങ്ങളിങ്ങനെ ആലയത്തിന് വേണ്ടി സ്ഥലം വാങ്ങാൻ ആലോചിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ വീടുകളൊക്കെ മാറി മാറി വിശ്വാസികളെ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ ഭയങ്കര പ്രതികൂലം. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മീറ്റിംഗ് മാനന്തവാടിയിലെ ദേവദാസന് പോകാനിടയായി. അവിടെ ചെന്നപ്പോ ഒരു ദേവദാസൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, മാത്യു ചാക്കോ സാർ എന്ന് പറഞ്ഞ പവർ വിഷന്റെ MD ആയിട്ടിരുന്ന ആ സാറ് ഇങ്ങനെ ആണ് സ്പോൺസർ ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും സ്ഥലം, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഒരു സാധ്യതയും ഞങ്ങളുടെ മുമ്പിലില്ല. അന്നത്തെ ആഹാരത്തിന് പോലും ഒരു വകയില്ലാത്ത എന്റെ വീട്ടാൻ കല്യാണം കഴിഞ്ഞ് 3 വർഷം ഒരു പാഞ്ച് തന്നെ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. കുഞ്ഞിനെ എടുത്ത് നടന്ന സമയത്തൊക്കെ ഇങ്ങനെ നൂലൊക്കെ പോയി ഒരു ഡ്രസ്സ് പോലും ഇല്ല. മീറ്റിങ്ങിനൊക്കെ കടന്നു പോകുന്ന സമയത്ത് തുന്നിക്കെറിയ ഷർട്ട് കൊണ്ടൊക്കെ പോകുമ്പോ ഞാനിങ്ങനെ വിശ്വാസത്തോടെ പറയും പപ്പയ്ക്ക് ഇഷ്ടം 10 ഷർട്ടൊക്കെ തരുന്ന ഒരു സമയം വരും എന്ന് പറയാനിടയായി. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു പോകുന്ന ആ സമയത്താണ്, ഒരു സാധ്യതയില്ലാത്ത സമയത്ത് പൊട്ടനെ പോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ അതേപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയത്താണ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സ്ഥലം മേടിക്കുന്ന കാര്യം പറഞ്ഞ്. അപ്പൊ ദേവദാസൻ പറഞ്ഞു താങ്കൾ പോയിട്ട് അവിടെ ചെന്നിട്ട് ആ സ്ഥലത്തിന്റെ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് സ്ഥലത്തിന്റെ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോ അപ്പച്ചൻ പറഞ്ഞ ഞങ്ങളെ കണ്ടിട്ടില്ല, എവിടെ ഇങ്ങനെ ഒരു വേലക്കാരുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പക്ഷെ ആ ദൈവത്തോടുള്ള ദൈവദാസന്റെ പ്രതിബദ്ധത മുഖാന്തരം 10 സെന്റ് സ്ഥലത്തിന് 1 ലക്ഷം രൂപയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ആ സ്ഥലം വാങ്ങാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ആലയത്തിന് അടിസ്ഥാനം ഇടുന്ന സമയത്ത് ഒത്തിരി ദൈവമക്കളുടെ സഹായവും പ്രാർത്ഥനയും അനുഗ്രഹത്തോടെ ആണ് ആ ആലയം പണിയാൻ സഹായിച്ചു. അങ്ങനെ ആ ആലയത്തിന് ഞങ്ങള് പ്രതിഷ്ഠയുടെ സമയം 2009 പ്രതിഷ്ഠ നടത്തി. 2010 ദൈവം എനിക്കൊരു സർജറിയിലൂടെ കടന്നു പോകേണ്ടതായ അവസ്ഥ വന്നു. അതിനു മുമ്പ് പാസ്റ്റർ അതൊന്ന് പറഞ്ഞു. നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങൾ നടത്തിയ വഴികൾ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ എന്റെ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു പുകഴ്ചയ്ക്കോ യാതൊരു വിധങ്ങളായ ഉയർച്ചയ്ക്കോ പറയുവാൻ ഞങ്ങൾക്ക് ഇല്ല. ദൈവം അത്ഭുതവാനാണ്, ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ദൈവം ഏകസത്യ ദൈവമാണ്. എളിയവരായ ഞങ്ങളുടെ ജീവിതത്തിലൂടെ സ്വർഗത്തിലെ ദൈവം അത് കാണിച്ചു നൽകിയ വലിയ പ്രവൃത്തിക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ വേലയ്ക്കായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ സിനി പറഞ്ഞതുപോലെ വളരെ തിക്താനുഭവങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളെ വഴി നടത്തിയത്. എവിടെ താമസിക്കുമെന്നോ എവിടെ പോയി പാർക്കുമെന്നോ ഉറപ്പില്ല എങ്കിലും യൗവനക്കാരായ ഞങ്ങൾ ആ ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ ഞങ്ങളുടെ 2 ജോഡി ഡ്രസ്സും ഒരു ചെറിയ ബാഗും 20 രൂപയുണ്ട്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ റോഡിൽ ചെന്നിറങ്ങി ആ ബസ്സിൽ ചെന്നിറങ്ങുമ്പോൾ 2-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ നല്ല സ്ഥലമായിരുന്നില്ല അന്നവിടെ. കാരണം വൈകിട്ട് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്, മദ്യവും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് അത്ര സേഫായ യാത്രയായിരുന്നില്ല. എങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു താടിക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബസ്സിന്റെ ഓപ്പോസിറ്റ് നിന്ന് ബസ് അങ്ങ് വിട്ടുപോവുകയും ചെയ്തു. അദ്ദേഹം കൈകൊട്ടിയിട്ട് അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി കൈ ചൂണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ പാസ്റ്റർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ മനുഷ്യൻ ആദ്യം എന്തെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇങ്ങനെ കൈകൊട്ടി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും എന്റെ ഭാര്യയോട് പറഞ്ഞു നീ റോഡിന്റെ ഇപ്പുറത്ത് തന്നെ നിൽക്കുക. ഞാൻ അപ്പുറത്ത് ചെന്ന് അദ്ദേഹം എന്താ വിളിച്ചതെന്ന് സംസാരിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഓടി വന്ന് എന്റെ കയ്യിൽ പിടിച്ചു കുലുക്കിയിട്ട് പറഞ്ഞു, പാസ്റ്റർ പുതിയതായിട്ട് വന്ന ആളല്ലേ, ഈ പുറകിൽ കാണുന്ന കടയിലെ ആളാണ് ഞാൻ. എന്റെ പേര് അന്ത്രു എന്നാണ്, ഒരു മുസ്ലിം സഹോദരനാണ്. ആ സഹോദരനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു പാസ്റ്റർ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, പാസ്റ്റർക്ക് ആഹാരത്തിനുള്ള സാധനങ്ങൾ മുഴുവൻ ഞാൻ എന്റെ കടയിൽ നിന്ന് തന്നുവിടാം. ഇന്ന് താമസിക്കേണ്ട വീട് പാസ്റ്റർക്ക് ഈ മലയുടെ മുകളിൽ ഒരു പെണ്ണമ്മ എന്ന് പറഞ്ഞൊരു അമ്മച്ചിയുടെ വീടിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. പാസ്റ്ററും ഭാര്യയും സുഖമായിട്ട് അവിടെ പോയി താമസിച്ചു കൊള്ളുക. നിങ്ങൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെ ഒന്നും പണം ഇപ്പോൾ തരണ്ട, നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ തന്നാ മതി എന്ന് പറഞ്ഞ് ആ ദേശത്ത് ഞങ്ങളെ സ്വീകരിക്കാനിടയായി.
ഞാൻ ഓർത്തു, ദൈവം അയച്ചാൽ ദൈവം എത്ര വലിയവനാണ്. കാക്കയെ കൊണ്ട് ആഹാരം നൽകുന്ന ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ ഞാൻ എന്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ തുടങ്ങി ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധനയുടെ കാലങ്ങളായിരുന്നു. അല്പം മുമ്പ് സിനി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആദ്യത്തെ പ്രഗ്നൻസി അബോർഷനായി എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരും ടൗൺ മേഖലകളിൽ, അടിമാലി ടൗണിനോടനുബന്ധിച്ചെന്ന് ധാരാളം സുവിശേഷ പ്രവർത്തകരും ധാരാളം മെയിൻ ചർച്ചകൾ തന്നെ 4-5-ലധികം പെന്തക്കോസ്ത് സഭകൾ തന്നെ ശക്തമായി വളർന്നു വരുമ്പോഴും ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ്, എന്റെ ആഗ്രഹം ഒത്തിരി പ്രവർത്തനങ്ങളില്ലാത്ത, ആരും പോയി പ്രവർത്തിച്ചിട്ടില്ലാത്ത, കർത്താവിനെ കുറിച്ച് അധികം ആരും ഉയർത്തിയിട്ടില്ലാത്ത ഒരു ദേശം എന്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ 2-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന 2-3 ദൈവദാസന്മാരെ പിശാച് ആ ദേശത്തു നിന്ന് പറഞ്ഞയച്ചു. അവരെല്ലാം ആ ദേശം വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യം അവർക്കുണ്ടായി. പലവിധങ്ങളായ പ്രതിസന്ധികൾ, ചിലർ പണസമ്മതമായി, ചിലർ മറ്റ് വളരെ മോശമായ നിലകളിൽ പലരും വീണുപോയി. ആ ദേശത്തേക്ക് ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് മല കയറിയും ഒരു വലിയ കുഴി പോലുള്ള സ്ഥലത്തേക്ക് കയറി ഞങ്ങൾ പോകുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ നിന്ന് ചിരിക്കും. അവർ പറയും, എന്താ എല്ലാവരും ഇവിടുന്ന് ഓടിപ്പോകുമ്പോൾ 2 പേര് ഇവിടേക്ക് വന്നിരിക്കുന്നു. കർത്താവ് വാസ്തവത്തിൽ ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് ആക്കുകയായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ മഹത്വം. ആ ദേശത്ത് മുതലാണ് കർത്താവിന്റെ വേല ശക്തമായി ചെയ്യുവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. ആദ്യത്തെ പ്രഗ്നൻസി അബോർഷനായി തീർന്ന ശേഷം 2-മതൊരു കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് കരയാൻ തുടങ്ങി, പ്രാർത്ഥിപ്പാൻ തുടങ്ങി. എന്നാൽ അവിടെയും ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി കാണുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. കർത്താവ് എത്ര വലിയവനെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും ഞങ്ങൾക്ക് രുചിച്ചറിയുവാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കി തന്നതിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിമാലിയിൽ സത്യബാബു എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. ഗൈനക്കോളജി ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ എന്റെ വൈഫിന്റെ ഫസ്റ്റ് പ്രഗ്നൻസി അബോർഷനായി സെക്കൻഡ് പ്രഗ്നൻസിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റൽ ഡോക്ടറിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് കൊടുത്ത പണം ഡോക്ടർ വാങ്ങി. അദ്ദേഹത്തിന്റെ ഡോക്ടറിന്റെ ഫീസാണ് അദ്ദേഹം സൂക്ഷിച്ചിട്ട് അദ്ദേഹം എന്റെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം കുനിഞ്ഞിരുന്നിട്ട് ഒരു മെഡിസിൻ എഴുതിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എടൂ, തന്റെ ഈ കുഞ്ഞ് അബോർഷൻ ആയിപ്പോയി, 2-മത്തെ പ്രഗ്നൻസി അബോർഷൻ ആയിപ്പോയി, തനിക്ക് ഒരിക്കലും ഇവിടെ ഈ കുട്ടിയെ ലഭിക്കില്ല. ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. അതിനുശേഷം തന്റെ വീട്ടിൽ പോയിട്ട് നാളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. സർവശക്തനായ ദൈവം തന്റെ വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ തലമുറകളെ ചൂണ്ടി പിശാച് എന്തെല്ലാം പറഞ്ഞാലും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ ആ തലമുറ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ എന്റെ കയ്യിലൊന്നും പണം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓടി വെളിയിൽ ഇറങ്ങി. എനിക്ക് പരിചയമുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് കടം ചോദിച്ചപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ഒരെണ്ണമേ ഉള്ളൂ. തിരികെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം കടം വാങ്ങി. അത് തികയാതെ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ വീണ്ടും ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വാതക്കൽ വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഡോറിന്റെ ഒരു സൈഡ് അടച്ചു. എന്റെ ഭാര്യ ഹോസ്പിറ്റലിന്റെ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. അവിടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഞാൻ അവിടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു കാര്യം ഞാൻ കൊണ്ട് പറഞ്ഞു, ഒരു ഡോക്ടറുടെ വാക്ക് ഒരിക്കലും ഒരു അന്തിമ വാക്കല്ല. വൈദ്യശാസ്ത്രത്തിന്റെ വാക്ക് ഒരിക്കലും ഒരു അന്തിമ വാക്കായി ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് മക്കളെ കർത്താവ് തരുമെന്ന് പറഞ്ഞ് അതിനുശേഷം ഹല്ലേലൂയ ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് എന്റെ ഭവനത്തിലേക്ക് പോയി. അന്ന് എന്റെ ഭവനത്തിൽ ചെന്ന് അന്ന് രാത്രി ഞങ്ങൾ ഇരുവരും കരം കോർത്ത് പിടിച്ച് ഞങ്ങൾ ദൈവത്തോട് കരഞ്ഞു. ദൈവത്തോട് ഇങ്ങനെ തന്നെ കരഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ആൺകുഞ്ഞുങ്ങളെ നൽകിയാലും പെൺകുഞ്ഞുങ്ങളെ നൽകിയാലും ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ അവരെ വളർത്തും. അവരെ കർത്താവിന് വേണ്ടി വളർത്തി കർത്താവിന്റെ വേലക്കാരായി മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നെന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധി ഞങ്ങളെ സമർപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ജീവിതത്തിന്റെ ആരംഭം മുതൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യുദ്ധത്തിനായി നീ എന്റെ കൈകളെയും പോരിനായി എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ദൈവം ഈ ട്രെയിനിങ്ങിലൂടെ ഞങ്ങളെ നടത്തിയത് പിന്നീട് ചില വലിയ അഗ്നിശോധനകളിലൂടെ ഞങ്ങളെ കടത്തിവിടാനായിരുന്നുവെന്ന് അന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, 10 മാസം കഴിഞ്ഞപ്പോൾ ബെഡ് റെസ്റ്റിലായിരുന്ന എന്റെ ഭാര്യയ്ക്ക് ദൈവം സുഖകരമായ ഒരു ഡെലിവറി നൽകി അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ മൂത്ത മകൾ അക്സാമരിയെ കർത്താവ് നൽകി തന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്റെ കുഞ്ഞിന് 18 വയസ്സ് പ്രായമുണ്ട്. +2 കഴിഞ്ഞ് അടുത്ത പഠനത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഒരിക്കലും കിട്ടുകയില്ലെന്ന് പറഞ്ഞ ആ തലമുറയെ ദൈവം തന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും ഹൃദയത്തിൽ ഭാരപ്പെടുന്ന തലമുറകളെ ഓർത്ത് കരയുന്നവരാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട്
ജീവിക്കുന്ന ഏകരക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ തലമുറകളെ നൽകുവാൻ സർവശക്തനായ ഒരു ദൈവം ഇന്നും വിശ്വസ്തനാണ്. ഞങ്ങൾ ഒരു കുഞ്ഞിനെ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു, രണ്ടാമത്തെ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. അങ്ങനെ 2 മക്കളെ തന്ന് ഞങ്ങളുടെ ജീവിതത്തെ ദൈവം ഭദ്രമാക്കി തീർത്തു. ഇനിയുള്ള കാലം, പിന്നീട് ഞങ്ങൾ മുൻപോട്ട് പോയ കാലം അത്ര സുഖകരമായിരുന്നില്ല. ഞങ്ങൾക്ക് മുമ്പേ പല ദൈവദാസന്മാരും ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോയി എടുത്തു നിന്ന് അത് തുടർന്ന് പൂരിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ, ആമേൻ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള ഒരു വലിയ അന്യ ആരാധന ആലയത്തിലെ സ്ഥലം ഞാൻ പറയില്ല, അതിനുശേഷം അവിടെ കഴിഞ്ഞാൽ അടുത്ത ശക്തി വസിക്കുന്നു എന്ന് പറയുന്ന ദേശത്താണ് ഞങ്ങൾ ചെന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ ആരംഭിച്ച സ്ഥലം. അവിടെ ചെന്ന് ആരംഭിക്കുമ്പോൾ ആമേൻ പലപ്പോഴും ദൈവം ദർശനങ്ങളിലൂടെ കാണിച്ചു തന്നു. ആമേൻ ഞങ്ങൾക്ക് നേരെ വരുന്ന ശത്രുവിന്റെ വ്യാപാരങ്ങൾ, ഇരുട്ടുകൾ എല്ലാം ദൈവം കാണിച്ചു തരുവാനിടയായി. എല്ലാ വഴികളും അടഞ്ഞു പോകുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ പ്രഗ്നൻസിയിലായിരുന്ന സമയത്ത് ആമേൻ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സഭയിൽ ഒരു സഹോദരിക്ക് ഒരു പൈശാചിക ബാധ ഇളകിയിട്ട് അവൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, 2-ാം മൈലിൽ ഒരു ദൈവദാസനും ഭാര്യയും പ്രവർത്തനത്തിനായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഒരൊറ്റ തലമുറ പോലും കൊടുക്കാതെ അവരെ ആ ദേശത്തുനിന്ന് ഞാൻ കെട്ടിക്കും. പലരെയും ഞാൻ അവിടെ നയിച്ചതുപോലെ ആ ദേശത്തുനിന്ന് അവരെയും ഞാൻ വായിച്ചു കളയും എന്ന് ആ സഹോദരിയിലൂടെ പിശാച് വെളിപ്പെടുത്തി. ആ ദൈവദാസൻ ഇന്നത്തെ പോലെ അന്ന് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. ആ ദൈവദാസൻ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വന്ന് മോനി വർഗീസ് എന്ന് പറയുന്ന അന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കല്ലാറുകുട്ടിയിലെ പ്രവർത്തകൻ, ഞാൻ പോന്ന ശേഷം പ്രവർത്തിച്ച കല്ലാറുകുട്ടിയിലെ പ്രവർത്തകൻ മോനി വർഗീസ് പാസ്റ്ററിന്റെ ഭവനത്തിൽ വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബിജു പാസ്റ്ററെ ശ്രദ്ധിക്കണം, കാരണം ഇങ്ങനെ ഒരു പൈശാചിക ശക്തി അലറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ആമേൻ. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പതറാതെ നിന്നു. ദൈവസന്നിധാനത്തിൽ മുട്ടുകുത്തി ജീവിതത്തിൽ ആദ്യമായി 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അങ്ങ് ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവമായി ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങൾക്ക് തലമുറകളെ നൽകിയാൽ തീർച്ചയായിട്ടും എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ ദേശത്ത് ഒരാലയം പണിതിട്ടില്ലാതെ മാറുകയില്ല. ആ ഒരു സമർപ്പണത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. കർത്താവിന്റെ കൃപയാൽ ഒത്തിരി വേദനകളും ഭാരങ്ങളും ശാരീരികമായ വെല്ലുവിളികളും ഒക്കെ അന്നും ഇന്നും കുടുംബമായി ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും മറുവശത്ത് ജീവിക്കുന്ന കർത്താവ് ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവം കൈവിടില്ല. കർത്താവിന്റെ വേലക്കാരനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സന്തോഷത്തോടെ തന്നെ പറയാം, ആമൻ. കർത്താവ് വേലയ്ക്ക് വിളിച്ചതാണെങ്കിൽ ഏതെല്ലാം അഗ്നിശോധനകളിലൂടെ കടന്നുപോയാലും ഏതെല്ലാം ഭാരങ്ങളിലൂടെ കടന്നുപോയാലും ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല. ആമേൻ. ഞാൻ പലപ്പോഴും ദൈവദാസന്മാരിലൂടെയും ദൈവമക്കളിൽ കൂടിയും വായിക്കാറൊക്കെ ഉണ്ട്. ആരും കടന്നു പോയിട്ടില്ലാത്ത ശോധനകളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ, ആരും കടന്നു പോയിട്ടില്ലാത്ത കഷ്ടതയിലൂടെ നിങ്ങൾ കടന്നുപോയാൽ, ആരും കടന്നു പോയിട്ടില്ലാത്ത വേദനയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആർക്കും ദൈവം കൊടുത്തിട്ടില്ലാത്ത ഒരനുഗ്രഹം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ അത് അനുഭവിക്കുന്നവരാണ്. കാരണം ഞങ്ങൾക്ക് ഈ ഭൗതിക സമ്പത്തിനേക്കാൾ, ഈ ലോകത്തിലെ മറ്റേതിനേക്കാളും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ദൈവത്തെ മരണം വരെ ഉയർത്തി കർത്താവിന് വേണ്ടി എത്രത്തോളം ആമേൻ എന്തൊക്കെയാകാമോ ആമേൻ കർത്താവിന്റെ മഹത്വത്തിനായി ആയിത്തീരുവാൻ കർത്താവിന്റെ സന്നിധി ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്മയോടെ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സാക്ഷ്യം ആമേൻ സസനി പറയും. സ്തോത്രം. ഞങ്ങൾ അങ്ങനെ ആലയമൊക്കെ പണിത് സന്തോഷമായിട്ട് ആരാധനയൊക്കെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. ദൈവമക്കൾ ഓരോരുത്തരായിട്ട് കുടുംബങ്ങളായിട്ട് രക്ഷിക്കപ്പെട്ട് വരാൻ തുടങ്ങി. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു തലവേദന വന്ന് ഇങ്ങനെ ഛർദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ തുടങ്ങി. അത് സിവിയർ പെയിൻ ആയി. അപ്പൊ ഇങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ധാരാളമായിട്ട് കൂടുതലായിട്ട് വന്നു. ഒരു സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ട് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ അവരുടെ ഒരു ക്ലിനിക്കിൽ പോകാനിടയായി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് മൈഗ്രെയിന്റെ തലവേദനയാണ്, ഞാൻ ടാബ്ലറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിക്കുന്ന സമയത്ത് മാത്രം കുറയും. അത് കഴിഞ്ഞ് പിന്നെ ഇത് സിവിയർ ആയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു ന്യൂറോ സർജനെ കാണാൻ വേണ്ടിയിട്ട് കടന്നു വന്നു. അങ്ങനെ ഇവിടെ ഹോളി ഫാമിലിയിൽ വന്ന ഹോസ്പിറ്റലിലാണ്. അവിടെ വന്ന ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് ബ്രെയിനിനുള്ളിൽ ട്യൂമറാണെന്ന് അറിയാനിടയായി. ബ്രെയിനിനുള്ളിലാണ്, തലയ്ക്ക് സാധാരണ എല്ലാവർക്കും തലയിലാണ്, പക്ഷെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് ഈ
ട്യൂമർ വളർന്നിട്ട് അതിന്റെ വേരുകൾ ഇറങ്ങിപ്പോയി ഭയങ്കര ഇതായി. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് സർജറി ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ സർജറി ചെയ്യാതെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, മരുന്ന് കൊണ്ട് മാറുന്നതല്ല, ഇത് ഓപ്പറേഷൻ തന്നെ ചെയ്ത് മാറിയാൽ മാത്രമേ ഇത് നീക്കുപോക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അന്ന് തൊട്ട് മനസ്സിന് സാധാ ഒരു രോഗമല്ലല്ലോ, തീവ്രമായ രോഗമല്ലേ. ഞങ്ങള് കഴിഞ്ഞിറങ്ങിയപ്പോ തൊട്ട് മുഖത്തോട് മുഖം ഒന്നും നോക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. വളരെ ഭാരം തോന്നി. 3 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന സമയത്ത് കർത്താവിനെ ഏൽപ്പിച്ച് ഞങ്ങൾ ഭവനത്തിൽ ചെന്ന് ഞങ്ങളുടെ ആലയത്തിൽ തന്നെയാ ചെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ 4 പേരും കൈകോർത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി ഇവിടെ വന്നു ഇത്രത്തോളം ചെയ്തു. ഞങ്ങൾ ആരും ഒരാളും നഷ്ടപ്പെടുമ്പോൾ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം എന്തോ അതെന്റെ ജീവിതത്തിൽ നിറവേറട്ടെ, അതെല്ലാം സഹിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തരണേ പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കടന്നു പോകാനൊന്നും അന്നത്തെ സാഹചര്യത്തിൽ പൈസയൊന്നുമില്ല. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു, ദേവദാസന്മാരൊക്കെ വരാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു രോഗാവസ്ഥയിൽ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴും അതിന് ഭാരമുണ്ടെങ്കിൽ കർത്താവിനെ നടത്തി പിടിച്ച് നിൽക്കാനുള്ള ഒരു കൃപ തന്നു. ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള വിശ്വാസത്താൽ ഞങ്ങള് മുമ്പോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ സർജറിക്ക് വേണ്ടി ഇങ്ങനെ ഒന്നോ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോ അവിടെ ഓപ്പറേഷന് മാത്രം 50,000 രൂപയാകുന്ന പറഞ്ഞു. അപ്പൊ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല, ഞങ്ങൾ കോട്ടയത്ത് പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയത്തേക്ക് ഡോക്ടറോട് മേടിച്ചു, എഴുതി. അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയപ്പോ അവിടുത്തെ സ്കാനിങ് കൊണ്ടൊന്നും അവർ സമ്മതിക്കത്തില്ല. പിന്നെ സ്കാൻ ചെയ്ത് തിരിച്ചു വന്ന് ഞങ്ങൾ വീട്ടിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടല് പോലെ ശരീരത്തിന് ഒരു ബോധം മറിഞ്ഞു പോകുന്ന പോലെയൊക്കെ ഉണ്ടായി. പ്രഭാതത്തിൽ തന്നെ വിളിച്ചാൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ചേട്ടന്റെ വണ്ടിയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ ആക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇത് ഗുരുതരാവസ്ഥയാണ്, ഇപ്പൊ തന്നെ കൊണ്ടുപോയില്ലെങ്കിൽ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ വിളിച്ചാലിൽ ആകെ വെറും 300 രൂപ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അപ്പൊ എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, പൈസ ഇല്ലാതെ ഇങ്ങനെ ഭാരപ്പെടുന്നു. അപ്പം ഞാൻ വിളിച്ചാൽ എന്നിട്ട് ഒരു സഹോദരനുണ്ട്, ചേട്ടനോട് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ഗവൺമെന്റ് എംപ്ലോയിയാ, അപ്പൊ ചേട്ടന്റെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ തരാമെന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഞാനത് ബാങ്കിൽ ചെന്ന് നീ എന്റെ കൊച്ചിനെയും വിളിച്ചാനെയും ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിങ്ങിന് വലിയൊരു മൊഴിയായിട്ടിരിക്കുന്ന സ്കാനിങ് റിപ്പോർട്ടൊക്കെ ആയിട്ട് വിളിച്ചാന് അവിടെ ബാങ്കിൽ കൊണ്ട് കാണിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് ഭാര്യ എന്ത് പറഞ്ഞെന്ന് അറിയില്ല, സമയപ്പം പുള്ളി കാര്യം മാറി, തന്നില്ല പൈസയൊന്നും. അപ്പൊ ഞങ്ങള് എന്നോട് ഇതൊന്നും വിളിച്ചാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീടാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് റോട്ടിൽ നിന്ന് വെച്ചാൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലെ തന്നെ ഒരു ആന്റിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ ആന്റി അപ്പൊ ആര് കുഞ്ഞുങ്ങളെ നോക്കും, ആര് അടുത്താക്കും എന്നൊക്കെ ഓർത്തിട്ടേയും മാതാവ് വന്നു. മാതാവിന്റെ അടുത്ത് കുഞ്ഞുങ്ങളെ 2 പേരെ ആക്കി. അപ്പൊ എന്റെ കൂടെ പോരാൻ ആന്റി തയ്യാറായി പോവാണ്. അപ്പൊ ഇങ്ങനെ വെച്ചാലിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോ കുറെ പൈസ കെട്ടുകൾ എടുത്ത് ആ ആന്റി ദേവദാസിന്റെ കാര്യങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആന്റിയെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, സർജറി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ തക്ക സമയത്ത് ദൈവം അവിടെയും വഴി തുറന്നു. അതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട്, ആംബുലൻസിൽ കൊണ്ടുപോകാം. അങ്ങനെ ഞാനിങ്ങനെ കേട്ട കർത്താവ്, ഞാൻ ദൈവത്തിന്റെ ദാസൻ, എനിക്കൊരു ആംബുലൻസിൽ പോകേണ്ട അവസ്ഥ ആയല്ലോ എന്നോട്ട് ഇങ്ങനെ ഭാരപ്പെട്ട സമയത്ത് ഞങ്ങളുടെ സെക്ഷനിൽ തന്നെയുള്ള ഒരു ദേവദാസൻ പറഞ്ഞു തീർന്നില്ല, അതിനിപ്പം കാറുമായിട്ട് വന്നു. ഇതിന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് പിന്നെയും സ്കാനിങ്ങും ടെസ്റ്റുകളും എല്ലാം നടന്നു. ഈ സമയത്ത് അവസാനം അവിടെ ചെന്ന് ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, 21 ഓപ്പറേഷൻ എനിക്ക് മുമ്പ് കിടപ്പുണ്ട്, തലയുടേതും അല്ലാതെയൊക്കെ. അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് ചെയ്യാനുള്ള ഇതില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേണ്ടി കർത്താവ് ഒരു ഡോക്ടറെ എഴുന്നേൽപ്പിച്ചു. അടൂരാണെന്ന് അറിയത്തില്ല, അവിടെയുള്ള ഒരു റെജി വർഗീസ് എന്ന് പറയുന്ന പാസ്റ്ററുടെ ചർച്ചിൽ പോകുന്ന ഒരു ഡോക്ടർ ജെയിംസ്, ഇന്ന് ഞാൻ സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. പാലായി പൈകിയിലുള്ള ഒരു ദേവദാസൻ 20 വർഷത്തിന് മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. പക്ഷെ ഈ ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ ദേവദാസൻ ഡോക്ടറോട് സംസാരിച്ചു. ആ ഡോക്ടർ വന്ന്
മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോട് സംസാരിക്കാനിടയായി. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങൾ ഓർത്താൽ എത്ര ശ്രമിച്ചാലും എത്ര ശ്രമിച്ചാലും മതി വരാതെ ദൈവം അവിടെ ഞങ്ങളെ കരുതി. ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവര് 21ാമത് എന്നുള്ളത് എന്നെ 1ാമത് സർജറിക്ക് കയറ്റാൻ വേണ്ടി എല്ലാം നിങ്ങൾ റെഡിയാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സർജറിയുടെ തലേ ദിവസം നമ്മുടെ തലയെല്ലാം മുട്ടയടിക്കും. അപ്പൊ എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു ബാർബർ ഷോപ്പിൽ പോയി മുടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ശരിക്കും സങ്കടം വന്നാലും ദൈവത്തിന്റെ ഇഷ്ടമല്ലേ നമുക്ക് സമർപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഓപ്പറേഷൻ ഈ സ്കാൻ ചെയ്തിട്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് തലയെല്ലാം മുട്ടയടിക്കും. മുട്ടയടിച്ചു കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മാർക്ക് ഇടും. ആ മാർക്ക് ഇട്ടാണ് സർജറിക്ക് കയറ്റുന്നത്. അപ്പൊ ഈ തല മുട്ടയടിച്ചു കഴിഞ്ഞ് ഒരു സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോഴത്തേക്കും റീതാനെ കയറ്റിയില്ല. എന്റെ കൂട്ടത്തിൽ ഒരു ആന്റി ഉണ്ടായിരുന്നു, മിനി എന്നാണ് ആന്റിയുടെ പേര്. ആന്റിയോട് പറഞ്ഞു, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭയങ്കര സീരിയസ് ആണ്, ഞങ്ങൾക്ക് 1% പോലും ഉറപ്പില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആന്റിയുടെ അടുത്ത് പാസ്റ്ററാണ് സൈൻ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ പാസ്റ്ററുടെ അവസ്ഥ അതുപോലെ ആയിരുന്നത് കൊണ്ട് ആ ആന്റി തന്നെ സൈൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആന്റി തിരിച്ചു വന്നപ്പോ കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയിരിക്കും. അപ്പൊ എല്ലാ ആന്റി ചോദിച്ചപ്പോ എന്നോട് കണ്ണി കരട് പോയതാണ്. ഞാൻ പറഞ്ഞു എന്താണേലും ആന്റി പറ. അപ്പൊ എനിക്കൊരു ഇത് തോന്നി എന്തെങ്കിലും സീരിയസ് ആയിരിക്കും. അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്കൊരു വേറെ ഒന്നും വേണ്ട, എനിക്കൊരു ബൈബിൾ എവിടുന്നേലും സംഘടിപ്പിച്ച് തരാം. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ബൈബിളൊന്നും എടുത്തില്ല. അന്ന് ഏതോ സൺഡേ സ്കൂളിൽ ഒരു സാറിന്റെ അടുത്ത് പോയപ്പോ ആ സാർ ഒരു ചെറിയ ബൈബിൾ കൊടുത്തു. ആ ബൈബിള് കൊണ്ടുവന്നു. അതെന്ന് കഴിഞ്ഞിട്ട് ഞാനിത് എടുത്തോണ്ട് ബാത്റൂം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ ബാത്റൂമിന്റെ വാതില് തുറന്നിട്ട് അപ്പൊക്കെ ഓൺ ചെയ്തിട്ട് ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം അവൻ എന്റെ ഒപ്പം അവസരത്തോടെ കാണാൻ എന്നോട് അങ്ങനെ തൊട്ട് എനിക്ക് മനസ്സിൽ നല്ല ധൈര്യം വന്നു. നല്ല ധൈര്യമായി ബലമായി ഞാൻ പറഞ്ഞു കർത്താവ്. അപ്പൊ സൈഡ് എഫക്ട് അവര് പറയുന്നത് എന്നാന്ന് വെച്ചാൽ പിന്നെ തലച്ചോറ് തുറക്കുന്ന സമയത്ത് മരണം സംഭവിക്കും. അതുപോലെ ബ്രെയിനെ ടച്ച് ചെയ്തായിരുന്നു നിൽക്കുന്നത്. അപ്പൊ കണ്ണിന്റെ കാഴ്ച അഥവാ മരണം സംഭവിച്ചില്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച പോകും, സംസാരശേഷി പോകും, കോമാ സ്റ്റേജിലാകും, എണീറ്റിന് നടക്കത്തില്ല. അങ്ങനത്തെ ഇതില് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കർത്താവ്, ഞാൻ നിന്റെ വേലക്കാരിയാണ്, ഒരു അപൂർവ അവസ്ഥയിൽ എന്നെ കിടത്തരുത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നീ ഓപ്പറേഷൻ ബ്രെയിൻ തുറക്കുന്ന സമയത്ത് എന്നെ എടുക്കണം. അല്ല എങ്കിൽ ഒരു അപൂർണതയില്ലാത്തവളായി പൂർണ്ണ ആരോഗ്യവതിയായ കർത്താവിന്റെ വേല ചെയ്യാനുള്ള ആയുസ് ആരോഗ്യം തരും എനിക്ക് തരണമേ. ദൈവത്തോട് ഞാൻ സുഷ്ടമായി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കേട്ട് ആ സമയത്താണ് കർത്താവ് എനിക്ക് ഈ വചനം തന്നത്. അതോടുകൂടി എനിക്ക് ഭയങ്കര ബലവും ധൈര്യവും വന്നു. എല്ലാരും വരുമ്പോ ചിരിച്ച മുഖത്തോടെ ഇരിക്കണം. എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അങ്ങനെ ഓപ്പറേഷന്റെ സമയത്ത് പ്രഭാതത്തിൽ രാവിലെ 7:30 ആയപ്പോ അതിന്റെ തലേ ദിവസം ഒത്തിരി പ്രൊസീജിയറുകളൊക്കെ ഉണ്ട് വെച്ചാല് അത് കഴിഞ്ഞ് പറയും നിങ്ങളോട് പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞ് രാവിലെ എന്നെ ഒരു 6:30 ആയപ്പോ സ്ട്രക്ചറെ കയറ്റി കടത്തി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ദർശനം വിധാന ദൈവം കാണിച്ച ആ ദർശനം കിട്ടും. നമ്മൾ പ്രാർത്ഥിച്ച ഞങ്ങൾ അതിനു മുമ്പ് പോസ്റ്റ് നോക്കി പ്രാർത്ഥിച്ചു നോക്കി ദൈവത്തിന് മഴ മാറ്റി കളയാൻ കഴിയുമെന്നറിയാം. എങ്കിലും ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നടക്കും. ദൈവത്തിന് ഉദ്ദേശം എന്നെ ഈ ശോധനയിലൂടെ കടത്തി വിടണമെന്ന് ഉള്ളതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ദൈവസന്നിധിയെ സമർപ്പിച്ചു കൊടുത്തു. ദൈവം ഞങ്ങൾക്ക് ആ ഓപ്പറേഷന്റെ സമയത്ത് ഞാനിങ്ങനെ ദൈവത്തോട് ബോധമുള്ള സമയത്ത് നമ്മളവിടെ ചെല്ലുന്ന ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതൊക്കെ കയറ്റി കഴിഞ്ഞു. പിന്നെ നമുക്ക് മെഡിസിൻ ഇങ്ങനെ കിടക്കുന്ന ഒരു ചായച്ചിന് മാത്രമേ ഒരു ഓർമ്മയുള്ളൂ എനിക്ക്. അത് കഴിഞ്ഞു പിന്നെ എത്ര 10 മണിക്കൂർ കഴിഞ്ഞ് എന്നെ ഇറക്കിയെന്ന് പറഞ്ഞു. 5 ദിവസം ICUലായിരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർമാര് വന്ന് വിളിച്ചു, ഇങ്ങനെ കാണിച്ചു, ആംഗ്യങ്ങൾ കാണിച്ചു, പേര് വിളിച്ചു. അതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. കാലനക്കി പൊക്കി കാണിച്ചു. അതെല്ലാം സർവശക്തനായ ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല. പൂർണ്ണാധികത്തോടെ ഇന്നും കർത്താവിനെ നിർത്തിയിട്ടു. അതിനായി സ്തോത്രം. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട്, കണ്ണുനീരുണ്ട്, സമർപ്പണമുണ്ട്. അതിലേറെ എന്റെ ദൈവദാസൻ കരുതലാണ്. ഞാൻ ദൈവത്തെ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്റെ ദേവദാസിനെ, ആ ദേവദാസിന്റെ കരുതലും സ്നേഹത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ദൈവത്തെ നമ്മളോട് ശ്രദ്ധിക്കണം. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണത്തിന് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ പപ്പയും അന്ന് ഒത്തിരി വഴക്കും പിണക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കർത്താവേ എന്നെ കല്യാണം കഴിക്കുന്ന ആളെന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ ഞാൻ മനസ്സിലാക്കി ഇന്നും ചേർത്ത് പിടിക്കുന്ന അനേകം രോഗം വരുമ്പോൾ തള്ളിക്കളയുന്നുണ്ട്. എങ്കിലും എന്റെ ദൈവദാസന്റെ ദൈവത്തിന് മാതൃകയായി എന്നെ അതിനാദ്യം
കർത്താവിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സങ്കട കാലഘട്ടങ്ങളിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഒത്തിരി സഹായിക്കുകയും ചെയ്ത ധാരാളം ദൈവമക്കൾ ഈ ആരോമ ടി വിയിലൂടെ ഒരുപക്ഷെ ഞങ്ങളെ ശ്രമിക്കുന്നവരുണ്ടാകാം. നിങ്ങളെ ആരെയും കണ്ടിട്ടുള്ളവരുണ്ട്, കാണാത്തവരുണ്ട്. ഇന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒത്തിരി ആളുകളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ മുഖത്തം കരയിട്ടുണ്ട്. 2009 ആനച്ചാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയ്ക്ക് വേണ്ടി വസ്തു വാങ്ങുന്നത്. പിശാചിനോട് വെല്ലുവിളിച്ച് തന്നെയാണ് അന്ന് ഞങ്ങൾ അവിടെ കർത്താവിന്റെ വേല ചെയ്തത്. അതിശക്തമായൊരു വെല്ലുവിളി. കാരണം അതിനു മുമ്പേ വന്നവരെല്ലാം പിശാച് അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞങ്ങളുടെ എന്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു ആലയം പടുതിട്ടല്ലാതെ മാറുകയില്ലായിരുന്നു. എന്റെ മൂത്ത കുഞ്ഞിന് 6 വയസ്സും ഇളയ മോൾക്ക് വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള 2 കൊച്ചു പെൺകുഞ്ഞുങ്ങൾ. ഒരു നടുവിലാണ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിവിടെ ഒന്നും പതറിപ്പോകാതെ ദൈവം ഞങ്ങളെ നടത്തിയ അത്ഭുത വഴികൾ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നുകൂടി പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അത്ഭുതകരമായ വഴികളിലൂടെയാണ് ദൈവം ഞങ്ങളെ നടത്തിയത്. ആ കാലയളവിൽ ഞങ്ങൾ നടത്തിയ ദൈവത്തിന്റെ മഹാസ്നേഹത്തെയും വിശ്വസ്തതയും പരമാർത്ഥതയും ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ എന്റെ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. 2009 സ്ഥലം വാങ്ങിച്ച് സഭയ്ക്കായി ഹോള് പണിയുവാനൊക്കെ ആഗ്രഹിച്ചു. സ്ഥലം വാങ്ങിക്കുവാൻ സിനി പറഞ്ഞതുപോലെ പണമൊന്നും ഉണ്ടായിരുന്നില്ല. 1000 രൂപ ടോക്കൺ അഡ്വാൻസ് അന്നത്തെ പ്രസ്ബിറ്ററുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊടുത്ത് സ്ഥലം വാങ്ങി. പവർ വിഷന്റെ MD ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ചാക്കോ സാറാണ് 1 ലക്ഷം രൂപ ആ ദേവദാസൻ വയനാട്ടിൽ ഒരു മീറ്റിങ്ങിനായിട്ട് ദൈവദാസന്മാരെ എല്ലാം വിളിച്ചപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്ന് അധികം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരാളെ അന്നുണ്ടായിരുന്ന ദൈവദാസൻ പരിചയം. എല്ലാവർക്കും ആ ദൈവദാസൻ മുഖാന്തരം ഉണ്ടായ സഹായമെല്ലാം വയനാടിനും ജില്ലകൾക്കായിരുന്നു, മലബാറിനായിരുന്നു. എന്നാൽ ഇടുക്കിയിൽ നിന്ന് അന്ന് ഏക പാസ്റ്റർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ മീറ്റിങ്ങിൽ കടന്നു ചെല്ലുമ്പോൾ സാർ ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സ്ഥലം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അവിടെയും 21 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ച് 90 ദിവസത്തെ കാലയളവ് പറഞ്ഞ് ഒരു വസ്തുവിന് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. വഴിയില്ല, വെള്ളമില്ല, കറണ്ടില്ല. മനുഷ്യർക്കാർക്കും കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ആദ്യമൊക്കെ എന്നെ പരിഹസിക്കുമായിരുന്നു. ഏതോ ഒരു കാട്ടിൽ പോയി സഭ വെച്ചിരിക്കുന്നു, ആ കാടിനുള്ളിൽ ഇരിക്കുന്ന സഭയാണോ എന്നൊക്കെ ചോദിച്ച്, ഇത് സഭയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഏതെങ്കിലും ദൈവമക്കൾ ഞങ്ങളെ കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മൂന്നാർ വഴി കടന്നു പോകുന്നെങ്കിൽ ആനച്ചാലിനടുത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ശംഖുപ്പൊടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അല്പം ഒരു 100 മീറ്റർ ഉയരത്തിലേക്ക് ഇപ്പോഴവിടെ വാഹനം എത്തും. കയറി ചെന്നാൽ തീർച്ചയായിട്ടും ഇന്ന് അവിടെ ഒരു ദൈവദാസനും ഒരു സഭയുമുണ്ട്. ആ സഭയെ കർത്താവ് നൽകുവാനുണ്ടായ മുഖാന്തരമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അവസാനിച്ചില്ല. ഈ സഭാ ഹോളിന്റെ പണിയൊക്കെ തീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവെ 2012 സഭാ ഹോളിന്റെ പണിയെല്ലാം തീർത്തു. ഒരു വസ്തു പോലും ഞങ്ങൾക്ക് വണ്ടിയിൽ അവിടെ കൊണ്ട് നടക്കേണ്ട വന്നില്ല. കാരണം മലയായതുകൊണ്ട് മുഴുവൻ തലയിൽ ചുമന്നാണ് ഞങ്ങളിവിടെ കയറ്റിയത്. കാരണം മണ്ണ് വലിച്ചിട്ട് തറ നിരത്തി കല്ലൊക്കെ തലയിൽ തന്നെ ചുമന്ന് ഇഷ്ടിയൊക്കെ ചുമന്ന് എല്ലാ നിലയിലും വളരെ പരിമിതപ്പെട്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് അവിടെ ആലയം പണിയുവാനുള്ള കൃപ ദൈവം നൽകി തന്നത്. അതൊക്കെ ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. വെല്ലുവിളിച്ച സാത്താന്റെ മുഖത്ത് അല്ലെങ്കിൽ മുൻപിൽ പതറാതെ നിന്ന് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കയില്ലെന്ന് പറഞ്ഞ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാനാകട്ടെ ഭാര്യയാകട്ടെ ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ ഞങ്ങളുള്ള കാലത്തോളം ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്നുള്ള ആ വലിയ ഹൃദയവാഞ്ചയാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. 2012 ശേഷം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് സിനി പറഞ്ഞതുപോലെ എനിക്ക് ദൈവം ഒരു ദർശനം കാണിച്ചു തന്നു. ഒരു കുഴപ്പമില്ല, 2 കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന മൂത്തമ്മള് പഠിക്കുന്ന ഇളയ കുഞ്ഞ് ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാലയളവിലാണ് ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചത്. സ്ട്രെച്ചറിൽ എൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എൻ്റെ സഭയിൽ ആ ഞായറാഴ്ച പരസ്യമായി സാക്ഷ്യം പറഞ്ഞ ദൈവമക്കളെ അന്ന് ആ സാക്ഷ്യം പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൈവമക്കൾ ഇന്നും ആനച്ചാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലുണ്ട്. അവരും ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ അവിടെ നിന്ന് പരസ്യമായിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. അങ്ങനെ ദൈവം എന്നെ കാണിച്ച കാഴ്ചയെ കുറിച്ച് അവരോട് ഞാൻ സംസാരിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു പിരിഞ്ഞു. ചില മാസങ്ങൾ കടന്നുപോയി. ഭാര്യയ്ക്ക് തലവേദന ആരംഭിച്ചു. ആശുപത്രി ചെന്നു. പല ആശുപത്രികൾ കയറിയിറങ്ങി. അവിടെയെല്ലാം പറഞ്ഞു മൈഗ്രെയിൻ ആണ്, ചെറിയ രോഗമാണ്. ആയുർവേദം നോക്കി, അലോപ്പതി നോക്കി, ഹോമിയോ നോക്കി. അങ്ങനെ 1-2 വർഷങ്ങൾ മുൻപോട്ട് പോയി. അതിനെല്ലാം ശേഷം തലവേദന വിട്ടുമാറാതെ വന്നപ്പോൾ
ആമേൻ ഞാൻ ശുശ്രൂഷയ്ക്കും പ്രവർത്തനത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ ആമേൻ ഒരു കുപ്പി ബാമൊക്കെ കൊടുത്താൽ അത് ഒരു ദിവസം കൊണ്ട് ഒരൊറ്റ നേരം കൊണ്ട് അത് മുഴുവൻ തലയിൽ പുരട്ടി തലയിൽ വേദന സഹിക്കാൻ വയ്യാതെ വന്നാൽ ഛർദ്ദിക്കുകയും കയ്യിലിരിക്കുന്ന ഗ്ലാസ് താഴെ പോകുന്നു, ധരിച്ചിരിക്കുന്ന ചെരുപ്പ് ഊരിപ്പോകും. തലവേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഒരു തുണിയെടുത്ത് ഒരു തോർത്തെടുത്ത് തലയിൽ വരിഞ്ഞ് മുറുക്കി കെട്ടി വളരെ ഭാരപ്പെടുന്ന എന്റെ ഭാര്യയെ പല ദിവസങ്ങളിൽ കാണേണ്ടി വന്നു. ഒടുവിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥി, ദേശത്തിന്റെ പോരാണെങ്കിൽ അത് അഴിഞ്ഞു മാറണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഹല്ലേലൂയ ഞാൻ ഈ ഭാര്യ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച ഹല്ലേലൂയ കർത്താവ് എന്നെ വീണ്ടും കാണിക്കുവാനിടയായിരുന്നു. കർത്താവിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, അത്ഭുതമെന്ന് പറയട്ടെ. ഹല്ലേലൂയ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആണ് വൈഫിന്റെ സർജറി ചെയ്തത്. അതിനു മുമ്പ് തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോളി ജോർജിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ഡോക്ടറുടെ ഞാനും ഭാര്യയും എന്റെ 3 വയസ്സുള്ള കൊച്ചു കുഞ്ഞിനുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, രോഗം എത്ര കലശലാണ്, നിങ്ങൾ MRI സ്കാൻ ചെയ്യണം. MRI സ്കാൻ ചെയ്ത് ഡോക്ടർ ഞങ്ങളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് അദ്ദേഹം വളരെ ചെറിയ സൗണ്ടിൽ ഞങ്ങളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടുകയൊന്നും വേണ്ട, താങ്കളുടെ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് ബ്രെയിനിൽ ട്യൂമറാണ്. വാസ്തവത്തിൽ ജീവിതത്തിൽ ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസം, തകർന്നുപോയി എന്ന് ഭാരപ്പെട്ട ഒരു ദിവസം. 2 കുഞ്ഞുങ്ങൾ, രോഗിയായ ഭാര്യ, സഭാഹോള് പണിതിട്ട് 1 വർഷം പോലും പൂർത്തിയായ ചില കടമേറെയുണ്ട്, ആവശ്യങ്ങളുണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നറിയാമായിരുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല എന്ന്. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടറുടെ അടുക്കൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, അവിടെ സർജറി ചെയ്യാം, പക്ഷെ അവിടെ സർജറി ചെയ്യാനുള്ള പണമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. സുവിശേഷ വേലക്കാരാണ് ഞങ്ങൾ. അന്നും ഇന്നും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കുന്നു. അപ്പോ ദൈവം ഇന്നുവരെ ഞങ്ങൾക്ക് നല്ലവനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തിയ സ്നേഹത്തെ ഓർത്ത് എന്റെ ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അടുത്ത ദിവസം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി പ്രൊഫസറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, തങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം, ഇഷ്ടമുള്ള ഭക്ഷണം നൽകാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിട്ടുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കുക, വീട്ടിലോട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു വിട്ടു. അവിടെ വെച്ച് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, എന്തായാലും സാധാരണ CT സ്കാനേക്കാൾ ഉപരിയായി ഹോസ്പിറ്റലിന്റെ കീഴിൽ ഒരു MRI സ്കാൻ കൂടി ചെയ്തിട്ടേ പോകാൻ കഴിയും. MRI സ്കാൻ ചെയ്ത് പറഞ്ഞു, സാധാരണ തലയുടെ സൈഡിലൊക്കെയാണ് ട്യൂമർ വരുന്നത്, ഇത് തലയുടെ നടുവിലാണ് വന്നിരിക്കുന്നത്, ബ്രെയിനോട് ചേർന്നാണ് ഈ ട്യൂമർ വന്നിരിക്കുന്നത്, ഇത് വളരെ റിസ്ക് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഇവിടെ 6 മാസത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞാൻ എന്റെ ഭാര്യയുമായി വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 2 മണി ശേഷമാണ്. അന്ന് ഞാനും എന്റെ സഹോദരൻ കുടുംബമുണ്ട് എന്റെ കൂടെ, ഞാനും ഭാര്യയുമായി വീട്ടിൽ ചെല്ലുന്നത്. അന്ന് രാത്രി കിടക്കാൻ കഴിയുന്നില്ല, ശരീരമെല്ലാം ഷിവറിങ് ആയി, ശരീരമെല്ലാം തളരാൻ തുടങ്ങി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാവിലെ 3 മണിക്ക് വീണ്ടും വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ അടിമാലി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് ഞാൻ അഡ്മിറ്റ് ആക്കി. അവർ ഒബ്സർവേഷനിൽ അവിടുത്തെ ഡോക്ടർ നൌഷാദ് ആക്കിയിട്ട് അദ്ദേഹം എന്നെ കൊണ്ടൊരു വെള്ള പേപ്പറിൽ എഴുതി വെപ്പിച്ചു, ഇത് അതീവ ഗുരുതര നിലയിലാണ്, എന്ത് സംഭവിച്ചാലും ആശുപത്രിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് അവർ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ച ശേഷം എന്നെ ഞാൻ രാവിലെ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാമെന്ന ഉപാധിയോടുകൂടി അവരെന്നെ അവിടെ ആക്കി. നേരം വെളുത്തു, 7 മണിയായി, 8 മണിയായി, വാർഡിലേക്ക് മാറ്റി. 9 മണിയായി, 10 മണിയായി. വാർഡിൽ എന്റെ ഭാര്യ എമർജൻസി ബെഡിൽ കിടക്കുമ്പോൾ എന്നെ പരിചയമുള്ള ഒത്തിരി ആളുകൾ എന്റെ ഭാര്യയ്ക്ക് തീരാവ്യാധി വന്നു, രോഗം വന്നു എന്ന് പറഞ്ഞ ധാരാളം ആളുകൾ ബെഡിന് ചുറ്റുമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് മഹാരോഗം പിടിച്ച് പാസ്റ്ററുടെ ഭാര്യ മരണപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ ദേശത്തുനിന്ന് ആളുകളെല്ലാം പരിഹസിക്കുന്ന കുറെ ആളുകൾ വളരെ വമ്പ് പറയുന്ന കുറെ ആളുകൾ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് മഹാരോഗം വന്ന് മരിച്ചുപോയി എന്ന് വിലയിരുത്തുന്ന കുറെ ആളുകളെ ദൈവം ഇവിടെ കാണുവാനിടയായി. എന്നാൽ അതിന്റെ ഒന്നും നടുവിൽ പതറാതെ ദൈവം ഞങ്ങളെ നിലനിർത്തി. കർത്താവിന്റെ കരുണ എന്ന് മാത്രം പറയട്ടെ, മരണത്തിനപ്പുറത്ത് കൈപിടിച്ച് നടത്താൻ കഴിവുള്ള ഏക കർത്താവ് യേശു ക്രിസ്തു മാത്രമാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി കാണിച്ചു തന്നു. എന്റെ പ്രിയ ദൈവഭക്തന്മാരെ, ആര് ലോകത്തിൽ കൈവിട്ടാലും, വൈദ്യശാസ്ത്രം വീണ്ടും ഞാൻ പറയുകയാണ്, വൈദ്യശാസ്ത്രം കൈവിട്ടാലും, ഡോക്ടേഴ്സ് കൈവിട്ടാലും, MRI സ്കാൻ നിങ്ങൾക്ക് വിരോധമായിരുന്നാലും,
നമ്മെ കൈവിടാത്ത ഒരു ജീവിക്കുന്ന ഏകരക്ഷകനുണ്ട്. അത് മറ്റാരുമല്ല, ക്രിസ്തു യേശു മാത്രമാണ്. ആ യേശു ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനും എന്റെ കുടുംബവും ഇന്ന് ഭൂമിയിലുള്ളത്. ലഭിക്കില്ലെന്ന് പറഞ്ഞ, അബോർഷനായി പോയി ലഭിക്കില്ലെന്ന് പറഞ്ഞ എന്റെ മകളെ ദൈവം തന്നെങ്കിൽ, തലമുറകളെ ദൈവം നൽകിയെങ്കിൽ, ആമേൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ റിസൾട്ട് ഇങ്ങനെയായിരുന്നു: 95% എന്റെ ഭാര്യയുടെ തലയ്ക്കുള്ളിൽ ട്യൂമർ ബാധിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ ചെയ്താൽ കണ്ണിന്റെ കാഴ്ച പോകും, കാതുകളുടെ കേൾവി പോകും, ശരീരം പാരലൈസ് ആയി തീരും, മരണപ്പെടാനാണ് ഏറെ സാധ്യത എന്ന് പറഞ്ഞ സ്ഥാനത്ത് അന്ന് എനിക്കൊന്നും അറിയാം, ജീവിപ്പിക്കുന്ന മരിച്ച ലാസറിനെ, നാറ്റം വെച്ച ലാസറിനെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് നന്നായി തിരിച്ചറിഞ്ഞു. അന്ന് അടിമാലി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വളരെ തകർന്നു. 300 രൂപ, എന്റെ ഭാര്യ ആദ്യം പറഞ്ഞതുപോലെ 300 രൂപ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ 300 രൂപയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചു. എങ്ങനെ കൊണ്ടുപോകണം അറിയില്ല. ഡോക്ടർ റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടിട്ട് മാറ്റി നിർത്തിയ ആളുകളെ മുമ്പിൽ വെച്ച് അദ്ദേഹം ആക്ഷേപകരമായി വിളിച്ചു പറഞ്ഞു, ഇയാൾ ഇതിനെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുകയാണോ? എത്രയും വേഗം ആമേൻ ഈ ആളെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഡോക്ടർ കടന്നുപോയി. ഞാൻ അവിടെ നിന്ന് മാറി പുറകോട്ടിറങ്ങി. അന്ന് പവർവേഷന്റെ MD ആയിരുന്ന മാത്യു ചാക്കോസ് സാർ തന്നെ ആലയം പണിത ശേഷം എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തന്നിരുന്നു, ഒരു പുതിയ വാഹനം, ഒരു പുതിയ ബൈക്ക്, പാഷൻ പ്രോയുടെ. അത് വിൽക്കാനായിട്ട് ഞാൻ അവിടെയുള്ള ഷോറൂമുകളെല്ലാം ചെന്നു. ആർക്കും എന്റെ വാഹനം വേണ്ട. എന്റെ വീട്, ആമൻ എന്റെ വീട്ടുകാരൻ എനിക്ക് തന്ന ചെറിയ വസ്തുവിന്റെ ആധാരവുമായി ബാങ്കുകളിൽ കയറി ഇറങ്ങി. ആരും എന്നെ സഹായിക്കാനില്ല. ഞാൻ ആകെ തകർന്ന് നിൽക്കുമ്പോഴാണ് ഡോക്ടറുടെ വായിൽ നിന്ന് ഈ ആക്രോശം മുഴങ്ങുന്നത്. സഹായിക്കാമെന്ന് പറഞ്ഞ എന്റെ സഹോദരനും കൈ പുറകോട്ട് വലിച്ചു. അടിമാലി ടൗണിൽ നിന്നുകൊണ്ട് ഹൃദയം പൊട്ടി ഞാൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ എന്റെ സഹോദരങ്ങൾ ചുറ്റും കൂടി നിന്ന് എന്നെ ആശ്വസിപ്പിച്ചു. കരയരുത്, നാട്ടുകാർ കാണും. ആമേൻ ഞാൻ എന്റെ കരച്ചിലടക്കി. ആമേൻ ഞാൻ ഹൃദയത്തിൽ വേദനയോടെ തിരിച്ച് ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോൾ ആമേൻ നമ്മുടെ കണ്ണുനീരിനെ മറുതലിക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ദൈവം അവിടെ തെളിയിക്കുന്നതായിരുന്നു എന്റെ ജീവിതാനുഭവം. ഞാൻ കയറി ചെല്ലുമ്പോൾ ആമേൻ അന്ന് ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന മിനി എന്നു പേരുള്ള ഒരു മിലിറ്ററിക്കാരന്റെ ഭാര്യ, ആമേൻ എന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്ന് ആരോ പറഞ്ഞു കേട്ട് ആ ദൈവദാസി അവിടെ വന്നിരുന്നു. അവർ നേരെ അവിടെ കയറി വന്ന് ഞാൻ നിൽക്കുമ്പോൾ, പാസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ഭാര്യ മരിക്കുന്നത് കാണാനായിട്ട് ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ ബെഡിൽ കിടന്ന് കിടക്കാനും ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത ഒരു നിലയിൽ, അതെനിക്ക് പറയാൻ കഴിയില്ല, അതുപോലൊരു അവസ്ഥയിൽ എന്റെ ഭാര്യ കടന്നു പോകുമ്പോൾ ആ ദൈവദാസി എന്നെ അവരെ ബാഗ് തുറന്ന് അന്നത്തെ 500-ന്റെ 2 കെട്ട് നോട്ട് എടുത്ത് എന്റെ കൈ വെച്ചിട്ട് പറഞ്ഞ്, പാസ്റ്റർ ഇതെന്റെ സ്ഥലം വിറ്റ പണമാണ്, പാസ്റ്റർ എനിക്ക് ഈ പണം തിരിച്ചു തരണം, പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ സഹോദരിയുടെ ജീവനെ വീണ്ടെടുക്കണം. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രാത്രി കൊണ്ട് വെല്ലുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. അവിടെ ചെന്ന എനിക്ക് മുമ്പ് ചെന്ന ട്യൂമർ പേഷ്യന്റ് തന്നെ ധാരാളം ആളുകൾ കിടപ്പുണ്ട്. 3-4 ട്യൂമർ ഉള്ളവർ മുതൽ 6 മാസമായിട്ട് അവിടെ കിടക്കുന്ന ആളുകൾ മുതലുണ്ട്. അന്ന് രാത്രി എനിക്ക് വേണ്ടി പാലായിൽ നിന്നൊരു ഡോക്ടറും അദ്ദേഹത്തിന്റെ സഭയിലെ ദൈവദാസൻ അസംബ്ലി സെക്രട്ടറിയിലെ പാസ്റ്റർ റജി വർഗീസും അന്ന് രാത്രി എന്നെ കാണുവാൻ വന്നു. 20-25 വർഷത്തിന് ശേഷം ആ ഡോക്ടർ പഠിച്ച മെഡിക്കൽ കോളേജിലേക്ക് ആ ഡോക്ടർ അന്ന് രാത്രി വരുന്നത്, ആദ്യമായിട്ട് ആ ഡോക്ടർ പഠനശേഷം വരുന്നത് ഈ എളിയവരായി ഞങ്ങൾക്ക് വേണ്ടിയാണ്. പരീക്ഷ ദൈവം അനുവദിച്ചാൽ പരിഹാരം ഒരുക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ രാത്രിയിലെ ഹല്ലേലൂയ ഡോക്ടറുടെ ഇടപെടലാണ് പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്നത്. ഞങ്ങൾ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് ഒരു ഡോക്ടർമാർ വന്ന് നോക്കാത്ത സ്ഥാനത്ത് ആ ഡോക്ടർ വന്ന് നേരെ എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് ആ കോറിഡോറിലൂടെ ആ ഡോക്ടർ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തിനും സംസാരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്റെ ജീവിത പശ്ചാത്തലം ചോദിച്ചു. 2 കുഞ്ഞുങ്ങൾ, 3 വയസ്സും 6 വയസ്സും പ്രായമായ 2 മക്കളെ വീട്ടിൽ ഞങ്ങൾ വീട്ടിട്ടാണ് ഓടിപ്പോകുന്നത് സാറേ എന്ന് പറയുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ഒരു വാക്കും പറയാതെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിയുകയായിരുന്നു. അങ്ങനെ ആ ഡോക്ടർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസൻ റജി പാസ്റ്റർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി ആ ഡോക്ടറെ അടുക്കിലേക്ക് ചെന്നു. അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർമാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഡ്യൂട്ടി ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടി ഡോക്ടർ 20 വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ ഈ ഡോക്ടർ അവിടെ ചെന്നിട്ട് എന്നെ പരിചയപ്പെടുത്തി, ഇത് എന്റെ പാസ്റ്ററാണ്, ഇദ്ദേഹത്തിന് എന്ത് സഹായം വേണമോ അത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫസർ 3 പേരിൽ ഇരുന്ന് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രൊഫസറിനോട് പറയുവാൻ കഴിയായി. പ്രൊഫസറിനോട് പറഞ്ഞത് മുഖാന്തരം അദ്ദേഹം അപ്പോൾ തന്നെ ന്യൂറോ സർജറിയിലേക്ക് വിളിച്ചു. അവിടുന്ന് ഡോക്ടേഴ്സ് വന്നു. അവർ പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടക്കുമ്പോൾ ഹല്ലേലൂയ 6-ാമത്തെ ദിവസം ഞാനിങ്ങനെ എല്ലാ ദിവസം
ഭാര്യയുടെ ഓരോ ടെസ്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം കഴിഞ്ഞു, ഒരനക്കവുമില്ല. ഞാൻ അന്ന് രാത്രി 6-ാം ദിവസം രാത്രി 12 മണിക്ക് ആമൻ ആ മെഡിക്കൽ കോളേജിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ താഴത്തെ നിലയിൽ താഴത്തെ വാർഡുകളിൽ അന്ന് 6-7 ആളുകൾ മരിച്ച് ആളുകളെ നിലവിളിച്ചുകൊണ്ട് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന കാണാം. ഒട്ടിയൊഴുകുന്ന ടോയ്ലറ്റുകളും അതുപോലെ അതിഭീകരമായ കൊതുകുകളൊക്കെ സഞ്ചരിക്കുന്ന ആ സ്ഥലത്ത് ഒരു പേപ്പർ വിരിച്ച് ഞാൻ ആ തറയിൽ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനാണ്, കർത്താവിന്റെ വേലക്കാരനാണ്, ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളെയും പൊഴുതു. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഇന്നും ഞങ്ങൾ ജീവിക്കുന്നു. ഞാൻ ഇരിക്കേണ്ട ഇടത്തല്ല കർത്താവ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ താഴ്മയോടെ ഈ മെഡിക്കൽ കോളേജിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി. എല്ലാവരും രോഗികളുടെ ആശ്രിതർ മുഴുവൻ അവിടെ വന്ന് ആ തറയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന രാത്രി 12 മണി മുതൽ ഞാൻ കരയാൻ തുടങ്ങി. എത്ര മണിക്കൂർ കരഞ്ഞുവെന്ന് എനിക്ക് ഓർമ്മയില്ല. എത്ര മണിക്കൂർ ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ സങ്കടം ബോധിപ്പിച്ച് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണു തുറക്കുമ്പോൾ പതിയെ സൂര്യൻ ഉദിച്ചു വരുന്നു. ചെറിയ വെളിച്ചമായി കഴിഞ്ഞു. പിന്നെ അന്ന് രാത്രി എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. അന്ന് രാവിലെ ന്യൂറോ സർജറി പ്രൊഫസറായിരുന്ന മഹാദേവൻ സാറ്, അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് പ്രത്യേകമായി നിയോഗിച്ച മഹാദേവൻ സാറായിരുന്നു അന്ന് ന്യൂറോ സർജറി പ്രൊഫസർ. അദ്ദേഹം അന്ന് രാവിലെ എവിടെ വന്നു എന്റെ ഭാര്യയുടെ കട്ടിലിന്റെ അടുക്കൽ കയറിയിരുന്ന്, സാധാരണ ഡോക്ടേഴ്സ് ചെയ്യുന്നതല്ല, കട്ടിലിനോട് ചേർന്നിരുന്ന് എന്റെ ഭാര്യയുടെ തലയിൽ പിടിച്ചു കുലുക്കിയിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് അടുത്ത ദിവസങ്ങൾ ഞാൻ നിനക്ക് സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നു, നീ ഒന്നും ഭാരപ്പെടണ്ട, നിന്റെ തലയ്ക്ക് കട്ടി കൂടുതലാ, നിന്റെ തലയിലെ കട്ടി കുറയ്ക്കാൻ ഞാനൊരു കമ്പിപ്പാരയുമായി വന്ന ട്യൂമർ റിമൂവ് ചെയ്യാമെന്നൊക്കെ തമാശ പറഞ്ഞ ഡോക്ടർ കടന്നുപോയി. പിറ്റേ ദിവസം കാലലുയ സർജറിക്കായുള്ള ഒരുക്കങ്ങൾ ബന്ധുക്കളെല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് കാണാൻ കഴിയില്ല, അവരെ കണ്ടിട്ടൊരിക്കലും എനിക്ക് സർജറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അന്ന് കൊണ്ടുപോയി തലയെല്ലാം മുട്ടയടിച്ച് പിറ്റേ ദിവസം തല കീറി മുറിക്കേണ്ട ഭാഗമെല്ലാം ഒരു റെഡ് ഇതുകൊണ്ട് അവര് മാർക്ക് ചെയ്തു. അന്ന് രാത്രി ആർക്കും ഒന്നും സംസാരിക്കാനില്ല. എന്റെ സഹോദരങ്ങൾ ചിലരുണ്ട്, ഞാനുണ്ട്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്നൊരു സഹോദരനുണ്ട്, റോബിനുണ്ട്, ഞങ്ങളെല്ലാം അവിടെയുണ്ട്. ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നു. അന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു, ഇന്ന് രാത്രി ഞാൻ എന്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ഈ ഭൂമിയിലെ അവസാനത്തെ ഭക്ഷണമായിരിക്കും. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വാർഡിന് വെളിയിൽ വന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചിട്ട് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു മരിച്ച ശരീരത്തോട് ഒരു മൃതശരീരത്തെ എങ്ങനെയൊക്കെ അവര് പാക്ക് ചെയ്തതിന് മുമ്പ് ഒരുക്കിയെടുക്കുമോ, അതുപോലെ എന്റെ ഭാര്യ അന്ന് രാത്രി പിറ്റേ ദിവസത്തെ സർജറിക്ക് വേണ്ടി അവർ ഒരുക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. എനിക്ക് വളരെ വേദന തോന്നി. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മെഡിക്കൽ കോളേജിന്റെ ചുറ്റും ഞാൻ വല്ലാതെ ഭാരത്തോടെ കരഞ്ഞുകൊണ്ട് ആരുമില്ലാത്ത ഇടവഴികളിലൂടെ എല്ലാം ഞാൻ നടന്നു. ഒരു പ്രാർത്ഥന പോലെ എന്റെ ഹൃദയം വല്ലാതെ കലങ്ങുവാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ എന്നങ്ങ് പ്രാർത്ഥിച്ചവനല്ലേ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ട ശബ്ദമെന്നായിരുന്നു പിതാവിനോട് പുത്രൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടമെന്ന്. ഈ പ്രാർത്ഥന തന്നെ എന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ ഒരൊറ്റ രാത്രി കൊണ്ട് എന്റെ ഭാര്യ സൗഖ്യമാക്കും, അല്ലെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ ട്യൂമർ റിമൂവ് ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ ഈ കഷ്ടതയിലൂടെ, ഈ രോഗത്തിലൂടെ, ഈ ശോധനയിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ദൈവം ഞങ്ങളെ അതിലൂടെ കയറ്റിയിറക്കി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ആരോമ ടിവിയിലും ബഹുമാനപ്പെട്ട പാസ്റ്ററോട് ഒരുമിച്ച് ഞങ്ങൾ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ജനത്തോടൊരുമിച്ച് യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയത്. കാരണം ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ ചെറുതല്ല, ദൈവത്തിന്റെ അത്ഭുത കരങ്ങളായിരുന്നു. ഓപ്പറേഷന് വേണ്ടി നിയോഗിച്ചു. ഞാൻ അതിന് ചില നാളുകൾക്ക് മുമ്പേ കണ്ട ദർശനം പോലെ ഞാൻ രാവിലെ അന്ന് തലേദിവസം, ഓപ്പറേഷന്റെ തലേദിവസം 2013 മാർച്ച് മാസം 7-ാം തീയതി രാവിലെ 3 മണിയായപ്പോൾ ഷുഗറിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ എന്നെ പറഞ്ഞയച്ചു. ഞാൻ ഷുഗറിന്റെ റിസൾട്ട് മേടിക്കാനായിട്ട് അങ്ങ് ദൂരമേ ചെന്ന് അവിടെ ചെന്ന് വാങ്ങിക്കാനായി കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ആ ട്യൂമറിന്റെ റിസൾട്ട് വാങ്ങി മടങ്ങി ഒരുങ്ങുന്ന സമയത്താണ് പെട്ടെന്നറിഞ്ഞത് എന്റെ ഭാര്യയെ അവർ സ്ട്രക്ചറിലാക്കി കൊണ്ടുപോവുകയാണെന്ന്. ഞാൻ വളരെ തളർന്നു. ഞാൻ വളരെ ഭാരപ്പെട്ടുവെങ്കിലും അതിനിടയിലൂടെ ഓടി ആളുകളുടെ ഇടയിലൊക്കെ ഓടിച്ചെന്ന്
ആമൻ എന്റെ ഭാര്യയെ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും ആമൻ ആ സ്ട്രക്ചറുമായി കടന്നു പോയിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കലെത്തി എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഒരു വാക്ക് അവളോട് പറഞ്ഞു, നീയാണ് ആദ്യം പോകുന്നതെങ്കിൽ നിത്യതയിൽ നീ എന്നെ കാത്തിരിക്കുക, ഞാൻ വേല തികച്ച് മടങ്ങി വരും. ഇല്ല എങ്കിൽ നീ മടങ്ങി വരിക, നാം പോയി ദേശത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ദൈവത്തെ മുഖത്തപ്പെടുത്താം. ജാതികൾ ഞങ്ങളെ നിന്ദിച്ചു. ആമൻ ഉപദേശിയും കെട്ടിയോളും ഓടുന്ന ഭാര്യയും മഹാരോഗം വന്ന് ആമൻ വലിയ ബന്ധിക്കോസുകാരെ കൊട്ടും പാട്ടും നടന്ന് വന്ന സ്ഥലമാണ്, അവർ ഓടിപ്പോയി എന്ന് പറഞ്ഞ് ആമൻ അന്ന് ചർച്ചിന് ജനലിന് അടപ്പുകളില്ലായിരുന്നു. പച്ച നെറ്റാണ് അടിച്ചിരുന്ന, നെറ്റെല്ലാം വലിച്ചു കീറി അവിടെയുള്ള ജാതികളായ ആളുകൾ മുഴുവൻ ഞങ്ങളെ വല്ലാതെ കളിയാക്കുക ഉണ്ടായി. എന്നാൽ ഞങ്ങൾ അവിടെയും പതറുവാൻ സ്വർഗത്തിൽ ദൈവം ഇടവരുത്തിയില്ല. പ്രിയപ്പെട്ട ദൈവഭക്തന്മാരെ, ആമൻ അന്ന് അവിടുത്തെ ദൈവജനം ആമൻ വളരെ കുറച്ച് കുടുംബങ്ങളെ അന്ന് ആ സഭയ്ക്കകത്തുള്ളൂ. അവരോട് ഞങ്ങൾ പറഞ്ഞ ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങളിൽ ഒരെണ്ണമെങ്കിലും അവശേഷിച്ചാൽ മടങ്ങി ഈ ദേശത്ത് വരും, കർത്താവ് പറയുന്ന നാൾ മുഴുവൻ ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്ന്. ദൈവകൃപയാൽ അതിനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ രോഗം വന്ന് തകർന്നുപോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് 2013 മുതൽ 2023 വരെ നിന്ന് ആമൻ ആ സഭയുടെ പണി പൂർത്തീകരിച്ച് പാഴ്സനേജും പണിത് അവിടെ സന്തോഷത്തോടെ 2019 പാഴ്സനേജ് പണിത് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് അവിടെ 2024 വരെ താമസിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. സന്തോഷത്തോടെ പറയട്ടെ, ഒരു നാളും കൈവിടാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ഞാൻ അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രാവിലെ മുതൽ ഞാൻ നിൽക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കൽ. ധാരാളം രോഗികളുണ്ട്. ആമൻ ഏതാണ്ട് 3:45 മുതൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കൽ എന്റെ സഹോദരങ്ങൾ എന്റെ സെക്ഷനിൽ എന്നോട് കൂടെ ശുശ്രൂഷിക്കുന്ന 6-7 ദൈവദാസന്മാർ, ലോകത്ത് ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അനേക സഭകളിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരാരെന്ന് എനിക്കറിയില്ല. അവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളോടും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ കടംപെട്ടവരാണ്. നിങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കടന്നുപോയ കാലഘട്ടങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ ഞങ്ങളെ ദൈവം ഉൾപ്പെടുത്തുവാൻ ആ ശോധനയിലൂടെ നടത്തിയ ദൈവത്തിന് ഞാൻ നന്ദിയോടെ മഹത്വം കരേറ്റുന്നു. കർത്താവിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആമേൻ. അതിനുശേഷം ആമേൻ ഏകദേശം 2 മണിയായി, ഓപ്പറേഷൻ തീർന്നില്ല. 3 മണിയായി. ആമേൻ 3 മണിയായപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു. ആമേൻ ഒരു സഹോദരിയാണ്. അവരെ മുഖം മൂടിയിരിക്കുന്നു, വെള്ള തുണിയിട്ട് മുഖം മൂടി അവരെ അങ്ങ് കൊണ്ടുപോയി. അവർ മരണപ്പെട്ടു. 2ാമത്തെ ആളുടെ പേര് വിളിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കലിലൂടെ കടന്നു വന്നു. അത് അതീവ ഗുരുതര നിലയിൽ അടുത്ത ആശുപത്രിയിലേക്ക് കൃത്രിമ ഓക്സിജൻ കൊടുത്ത് കൊണ്ടുപോകുന്നു. 3ാമത്തെ ആളെ വീണ്ടും പേര് വിളിച്ചു. അവരെയും ആമൻ മരണത്തിന്റെ ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 4 മണി കഴിഞ്ഞു. 4:15 ഞാനാകെ ഭാരപ്പെട്ട എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ആർക്കും ജീവനില്ലാത്തവരെ പോലെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്യുന്നതനായ ദൈവം, ഹല്ലേലൂയ, എന്റെ ഭാര്യയുടെ പേര് വിളിച്ചു. ഞാൻ ഓടി ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കലേക്ക് ചെല്ലുമ്പോൾ തല മുതൽ ആമൻ കാല് വരെ ആമേൻ ഹല്ലേലൂയ ധാരാളം ട്യൂബുകളൊക്കെ ഘടിപ്പിച്ച് ആമൻ ബ്ലഡ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കൂടി, തറയിൽ നിന്ന് ബ്ലഡ് വലിച്ചു കളയുന്ന ഒരു സൈഡിൽ കൂടി ആമൻ 4 വശത്തും ആമൻ ആളുകൾ നിന്ന്, നഴ്സന്മാരിൽ നിന്ന് ആമൻ മെയിൻ ഐസിയുവിലേക്ക് എന്റെ ഭാര്യയെ കൊണ്ടുപോകുവാൻ തുടങ്ങി. ഞങ്ങളെല്ലാം ഓടി ആമൻ ഒരു നോക്കി കണ്ടു. ആമൻ അതിനുശേഷം ആമൻ ഐസിയുവിൽ കിടന്നു. 3 ദിവസം യാതൊരു ബോധവുമില്ലാതെ ബോധരഹിതയായി ആമൻ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മെയിൻ ഐസിയുവിൽ കിടന്നു. ഞാൻ ദൈവത്തോട് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഡോക്ടർ ഒടുവിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ സാധാരണ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞാൽ അവൻ 2 കണ്ണിനും കാഴ്ച പോകും, അവൻ ശരീരം പാരലൈസ് ആയി പോകും, അല്ലെങ്കിൽ കോമാ സ്റ്റേജിലായി പോകും, മരണം വരെ സംഭവിക്കും. കാരണം സാധാരണ കീബോർഡ് സർജറി അല്ല ഇത്. ആമൻ ഇത് തലയോട്ടി തുറന്ന് ആമൻ ട്യൂമർ റിമൂവ് ചെയ്യുന്ന സർജറിയാണെന്ന് പറഞ്ഞ് അവൻ, എങ്കിലും എനിക്കൊരു കാര്യം നിശ്ചയമുണ്ടായിരുന്നു, എന്റെ കർത്താവിന്റെ കരം അവിടെ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഏത് അഗ്നിശോധനയിലൂടെ കടന്നു പോയാലും, ഏത് ഭാരത്തിലൂടെ കടന്നു പോയാലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ഊരുകൾ താഴ്വരയിലൂടെ നടന്നാലും യാതൊരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എല്ലാവരും കൈവിടപ്പെടുമ്പോൾ, വൈദ്യശാസ്ത്രം കൈവിടപ്പെടുമ്പോൾ, ലോകം കൈവിടപ്പെടുമ്പോൾ, കൈവിടാത്തൊരു ദൈവം യേശു ക്രിസ്തുവാണെന്ന് ഇന്ന് ഞങ്ങൾക്ക് പരസ്യമായി ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 3ാമത്തെ ദിവസം ഹല്ലേലൂയ ഐസിയുവിൽ നിന്ന് ആമൻ ഡോക്ടേഴ്സും നഴ്സസും ഞങ്ങളെ വന്ന് വിളിച്ചു. അവർ വിളിച്ചു, കണ്ണു തുറക്കാൻ പറഞ്ഞു. ഭാര്യ കണ്ണു തുറന്നു. 2 കണ്ണിനും കാഴ്ചയ്ക്ക് മങ്ങലില്ല. ആമൻ കൈയും കാലും ഉയർത്തി
ശരീരമുയർത്തി ഹല്ലേലൂയ. ആമേൻ. ശരീരത്തിന് യാതൊരു പ്രയാസവുമില്ല. എന്റെ കർത്താവ് പൂർണ്ണാരോഗ്യമതിയായി ആമേൻ വീണ്ടും ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ 15 ദിവസത്തെ കൊണ്ട് ഒരു വലിയ മേജർ സർജറി കഴിഞ്ഞ് എന്റെ ഭാര്യയുമായി എനിക്ക് എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം ചില ശാരീരിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഞങ്ങൾക്കുണ്ട്. ആമേൻ. തുടർന്നും ഹല്ലേലൂയ. ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വേല സ്ഥലത്താണ്. കാരണം സഭയില്ല, ഹോളില്ല, ഒന്നുമില്ല എങ്കിലും ഞങ്ങളുടെ ആഗ്രഹം അവൻ പരസ്യമായി പുതിയ സ്ഥലങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിക്കുക, കർത്താവിന് മഹത്വമുള്ള നാമത്തെ ഉയർത്തുക. ഈ സാക്ഷ്യ മുഖാന്തരം അനേകർ രക്ഷിക്കപ്പെടുവാൻ, ആമൻ ചിലർ സ്നാനപ്പെടുവാൻ കർത്താവിന്റെ കരുണയാൽ ഇടയാക്കി തീർത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു നാമവുമില്ല. ഞങ്ങളെ കൂട്ടിച്ചേർത്ത ദൈവം ഞങ്ങളെ നടത്തിയ അത്ഭുത വഴികളിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ ഏകസ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, യേശു അല്ലാതെ ദൈവമില്ല, കർത്താവ് വഴി ഒരു പാറയുമില്ല. ഇന്നും ആമൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പോയി 2 ആമൻ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവമിടയാക്കി. 2 സഹോദരിമാരാണ്. ആമൻ ക്യാൻസറിന്റെ 3rd സ്റ്റേജ് കഴിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. അവരോട് അവസാനമായി പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളായിരിക്കും. ആമൻ. രണ്ടാമത് ഹല്ലേലൂയ ഒരു യൗവനക്കാരിയായ ഒരു ഹൈന്ദവിയായ സഹോദരി. ആമൻ. ഞാൻ എന്തിനേറെ പറയുന്നു, എല്ലാവർക്കും വിടുതലും സൗഖ്യവും സമാധാനവും നൽകിക്കൊണ്ട് കർത്താവിന്റെ കൃപയിൽ ഞാനും എന്റെ എളിയ കുടുംബവും മുൻപോട്ട് പോകുന്നു. ആമൻ. നിങ്ങൾക്ക് അവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട ആമേൻ പാസ്റ്റർക്കും ആരോമ ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അകമൊഴിഞ്ഞ ഹൃദയംഗമായ നന്ദിയും വന്ദനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം. പിന്നെയും ഞാൻ പറഞ്ഞല്ലോ, സർജറി കഴിഞ്ഞു, വാർഡിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഡോക്ടർമാര് സംസാരിച്ചു. അപ്പൊ ഞാൻ പിന്നെ ഓരോ പ്രാവശ്യം ചെക്കപ്പ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോ എന്നെ ഇങ്ങനെ വിളിച്ച ഡോക്ടർ 10-14 ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരുടെ അടുത്ത് ഇങ്ങനെ എത്തിയിട്ട് പറയും, ഇതാണ് മിറക്കൽ ലേഡി എന്ന് പറയും. എന്താന്ന് വെച്ചാൽ അവരുടെ എത്തിക്സിനനുസരിച്ച് ഇതുപോലെ ഒരിക്കലും വരേണ്ടതല്ല, എന്നാൽ വലിയവനായ ദൈവമാണ് എനിക്ക് ആയുസ്സും ആരോഗ്യവും ഒരു കുഴപ്പമില്ലാതെ ഞാനിപ്പോ തലയിൽ വെച്ചെടുക്കാത്ത എല്ലാ ജോലിയും ചെയ്യാൻ എന്റെ കർത്താവ് എന്നെ സഹായിച്ചു. ശാരീരികമായി ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, എന്നാലും കർത്താവ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഭവനത്തിൽ ചെന്നു. 7 ദിവസം ഓപ്പറേഷന്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യം 16 ദിവസം കഴിഞ്ഞാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കാണുന്നത്. എന്റെ മൂത്തയാൾ എന്നെ കണ്ടപ്പോ തലയെല്ലാം ഇങ്ങനെ ബാൻഡേജ് ചുറ്റി ഇങ്ങനെ വേറെ ഷേപ്പായിപ്പോയി, മുട്ടയെല്ലാം അടിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്റെ കുഞ്ഞ് എന്നെ കണ്ട് പുറകിലോട്ട് ഓടിപ്പോയത് ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. എന്നാൽ ദൈവം പിന്നെയും എന്നെ നിലനിർത്തി. ഞാനിങ്ങനെ ഭവനത്തില് ഇരുന്ന ആ 3 മാസക്കാലം ശരിക്കും കെയറിങ് വേണമായിരുന്നു. അതിനെല്ലാം ദേവദാസനോടാണ് എനിക്ക് നന്ദിയുള്ളത്. ദേവദാസനെ നന്നായി കെയർ ചെയ്തു. അനേകരുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നും ജീവനോടെ ദൈവനെ നിർത്തിയേക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വെച്ചാൽ മാത്രമാണ് ആരാധനയ്ക്ക് നടത്താൻ വേണ്ടി ആലയത്തിലേക്ക് പോകാറുള്ളത്. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവെ ഞങ്ങളെ പിശാച് ആ ദേശത്തൊന്ന് ഓടിച്ചതാണ്, ഞാൻ മരിച്ചു പോയിരുന്ന അവിടെയുള്ളവരെല്ലാരും പറഞ്ഞു. പക്ഷെ ഒരു മാസമെങ്കിലും എനിക്ക് അവിടെ പോയി താമസിച്ച് എന്റെ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ 96-ാമത്തെ ദിവസം ഒരു സൺഡേ ആയിരുന്നു. ആ സൺഡേയിൽ ഞാൻ നടന്ന് കുറെ ദൂരം കയറി പോണം. അങ്ങനെ നടന്ന് ആലപിച്ചിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ആ ഓപ്പറേഷന്റെ സമയത്ത് കുഞ്ഞുങ്ങളെ 3 വർഷം സ്കൂളിൽ ചേർക്കേണ്ടത് കൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക് വന്നായിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞു, പപ്പ നമുക്ക് ആ ദേശത്ത് തന്നെ പോയി വേല ചെയ്യാൻ, കർത്താവ് നിർത്തുന്ന നാൾ വരെ നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഈ വീട് ഒഴിഞ്ഞ് അവിടെ ആലയത്തിന്റെ അടുത്തൊരു വീട്ടിൽ പോയി വാടകയ്ക്ക് താമസിച്ച് കർത്താവിന്റെ വേല ചെയ്ത് ആ സമയത്ത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നും എനിക്കൊരിതുണ്ടായിരുന്നു, ഞാൻ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ വചനം പറയുന്ന പോലെ യഹോവയിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞ പ്രകാരം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യാണ്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റാന്നിയിൽ നിന്ന് ഒരു ദേവദാസൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ആ ദേവദാസൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ കറണ്ട് ഇല്ല, വെട്ടമില്ല, വെളിച്ചമില്ല, ഇങ്ങനെ ഇരിക്കുന്ന സമയത്താ.
അപ്പൊ ദൈവദാസൻ വന്നിങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അങ്ങനെ സ്വീകരിച്ച് ഇങ്ങനെ പോകാൻ നേരം ദൈവദാസൻ ചോദിച്ചു പാസ്റ്റർക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് പാസ്പോർട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അന്നേരം പാസ്പോർട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അവര് കൊണ്ടുപോകാന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും കൊണ്ടുപോയില്ല. ദൈവത്തിന്റെ സമയമായില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ദേവദാസൻ പോയി കുറെ നാളത്തേക്ക് ഒരു അനുഭവമില്ല. അത് കഴിഞ്ഞ് ഈ ദേവദാസൻ അന്ന് വന്നപ്പോ കറണ്ട് ഇല്ലാതെ നിന്ന് ഒരു ഫോട്ടോ മാത്രം, ചെറിയൊരു ഫോൺ വീട്ടാൻ്റെയിലുണ്ടായിരുന്നു, അതിലെടുത്ത ഫോട്ടോ ഈ ദേവദാസിന്റെ വാട്സാപ്പിലേക്ക് ഇട്ട് ആ നിമിഷം ആ ദേവദാസൻ തിരിച്ച് കോൾ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റേ അയ്യോ ഞാനിത് മറന്നുപോയി, പാസ്റ്റർ എത്രയും വേഗം പാസ്പോർട്ടും ഇതും കൊണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ വെച്ചാല് ആദ്യമായിട്ട് ഒരു വിദേശയാത്ര കർത്താവ് ഒരുക്കി. അപ്പൊ ഞാൻ ചിന്തിപ്പാൻ ഇടയായി, നമ്മൾ ഒരു ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി അനേകരെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഞങ്ങള് അവസാനം വീട്ടാൻ അങ്ങനെ കടന്നുപോയി. അങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചു. പാർട്ട്നയിൽ പണിയാൻ കർത്താവ് സഹായിച്ചു. ദൈവം അങ്ങനെ നിലനിർത്തി. അങ്ങനെ ഈ 4 വർഷക്കാലം ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ 1 മാസം നിൽക്കാനേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ആയുസോട് ആരോഗ്യത്തോടെ കർത്താവ് 10 വർഷം ഞങ്ങളെ അവിടെ നിർത്തിയതിന് ശേഷം ഞങ്ങള് മടങ്ങി പോരാൻ ഇടയായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ വടക്കട്ടാനം ദേശത്ത് ഇപ്പോഴായിരിക്കുന്നത്. സന്തോഷത്തോടെ ആയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിങ്ങൾ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുമെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വലിയ ചെയ്യുന്ന കുഞ്ഞുങ്ങളില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരാൻ സർവ്വശക്തനാണ്. അതുപോലെ എനിക്ക് സൗഖ്യം തന്ന കർത്താവ് അതുപോലെ നിങ്ങളെ സൗഖ്യമാക്കാൻ സർവ്വശക്തനായ ദൈവമാണ്. ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവിന്റെ തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആരോഗ്യ ടിവിയിലേക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തി തന്ന ഡോക്ടർ ധന്യ വിനോദാണ്. സിസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർക്കായി കർത്താവിന് ആരോഗ്യ ടിവിയിലെ താരിയൽ പാസ്റ്റർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസനും ഞങ്ങൾക്ക് ഇതുപോലെ അവസരം ഒരുക്കി തന്നതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ നിൽക്കുന്നു. കർത്താവ് ഞങ്ങൾ കടന്നുപോയ ശോധനയ്ക്ക് ശേഷം അനേക ഭൂതങ്ങൾ, ഭൂതബാധിതർ, രോഗബാധിതർ, അനേക തകർന്നുപോയ കുടുംബങ്ങൾ, അനേക വ്യക്തികളെല്ലാം കർത്താവിന്റെ നാമത്തിൽ പണിതെടുക്കുവാനായി ദൈവം കൃപ നൽകി. ഇന്നും കർത്താവിന്റെ വേലയിൽ അപ്രകാരം ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ടെസ്റ്റ് ഇല്ലാതെ ടെസ്റ്റ് മണി ഇല്ല. ജീവിതത്തിൽ ഒരു ടെസ്റ്റ് മണി പറയണമെങ്കിൽ ഒരു ടെസ്റ്റ് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ജീവിതത്തിലെ ടെസ്റ്റിലൂടെ കടന്നു പോയി കഴിഞ്ഞ ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ ചാനലിലൂടെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനും ദാസിയും ജീവിതത്തിൽ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട ബാല്യകാലം എന്ന് പറയാൻ കഴിയത്തില്ലെങ്കിലും വളരെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിലൂടെ കടന്നുപോയെങ്കിലും അതിൻ്റെ നടുവിൽ നിന്നൊക്കെ ദൈവം കരം പിടിച്ച് ദൈവീയ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് കർത്താവ് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം, കുഞ്ഞുങ്ങൾ ഒക്കെ കർത്താവ് നൽകിത്തന്ന് സന്തോഷകരമായ ജീവിതം നയിപ്പാൻ കർത്താവ് സഹായിച്ചു, ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വന്നതായ ചില രോഗം, പ്രത്യേകിച്ച് വാത്സല്യ സഹോദരിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായി. അതിനോടനുബന്ധിച്ച് മരണവും ജീവനും തമ്മിൽ ഉള്ള ഒരു ബലാബലം എന്ന പോലെ മുഖാമുഖം മരണത്തെ കണ്ട് സങ്കീർണമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ നടുവിലേക്ക് വന്ന ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരം, ആമേൻ, തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ആ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ,
ഇത് ജീവിക്കുന്ന അനുഭവമാണ്, ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ്. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ പ്രത്യാശയുടെ ഈ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് പ്രചോദനമായി തീരും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ, പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, എല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായും മറ്റ് മാനസികപരമായും ജീവിതത്തിലെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന തകർന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കൂ. കർത്താവ് നിങ്ങളെ രക്ഷിപ്പാൻ, കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ, നിങ്ങളെ സഹായിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങളും വിശ്വസിക്കുവാൻ തയ്യാറാകൂ. ആ യേശു നിങ്ങളെയും രക്ഷിപ്പാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തിൽ പ്രാർത്ഥനയോട് എടുത്തു വരാം. ചതഞ്ഞോടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിക്കെടുത്താത്തവൻ, വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി നമുക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ആമേൻ നൽകി നമ്മുടെ ജീവിതത്തെ ആമേൻ ആനന്ദത്താൽ, അനുഗ്രഹത്താൽ ആമേന് നിറയ്ക്കുന്ന, വഴി നടത്തുന്ന സർവശക്തന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു അവറുകൾ ഈ സമയം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം. സർവശക്തനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ജീവിക്കുന്ന ഏകദൈവവും കർത്താവുമാകിയാൽ ഞങ്ങൾ വീണ്ടും നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തും. ആരോമ ടിവിയിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. പ്രിയനായ നാഥനെ, ആരെങ്കിലും തളർന്നവരായി, തകർന്നവനായി, രോഗികളായി, ബലഹീനരായി, കർത്താവ് ഏതെങ്കിലും ഭാരത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ എന്റെ ദൈവമായ കർത്താവ് അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ, സൗഖ്യം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയ വിടുതൽ, ദൈവം ഞങ്ങൾക്ക് തന്ന സൗഖ്യം സകല ലോകവും അറിയേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിന് അത് കാരണമായി തീരട്ടെ. കർത്താവ് തന്റെ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഏത് രോഗങ്ങളാൽ വലയുന്നവരായിരുന്നാലും, ഏത് വൈദ്യശാസ്ത്രത്തിന്റെ വിധിയെഴുത്തുകൾ കേട്ട് ഭാരപ്പെടുന്നവരായിരുന്നാലും, അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവം അടിയങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവമേ, ആമേൻ, രോഗം മുഖാന്തരം ആരെങ്കിലും നിരാശയോ വേദനയോ ആമൻ കണ്ണുനീരോ ഇത് ശാപമാണെന്നോ രോഗമാണെന്നോ ഭാരമാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, നാഥാ, അങ്ങയുടെ മുറിവേറ്റ കരം ആരോമ ടിവിയുടെ പ്രേക്ഷകരുടെ മേൽ നീട്ടി ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം സൗഖ്യം വരുത്തുമാറാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മഹത്വമെല്ലാം അങ്ങയ്ക്ക്. കർത്താവ് ഞങ്ങളോട് കരുണ തോന്നിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പിന്നിൽ അധ്വാനിച്ച, പ്രവർത്തിച്ച, അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാനവും മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. യേശുവിനുള്ള നാമത്തിൽ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയമൂലം അനുഗ്രഹിക്കണമേ സ്വർഗീയ പിതാവേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ഓറോളോട് സിസ്റ്റർ സിനി സിസ്റ്ററിനോടുള്ളതായ നന്ദി സ്നേഹ വിതരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പിന്നെയും പ്രയോജനപ്പെടുവാൻ, ഓടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹ വിതരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, അതെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com